കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തുറന്നൂസിന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 99ാമത്തെ സെഷനിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. അടുത്ത ആഴ്ചയിൽ 100ാമത്തെ സെഷനാണ്. ഇത്രത്തോളം കർത്താവ് നടത്തിയ എല്ലാ കൃപകൾക്കായിട്ടും അനുഗ്രഹങ്ങൾക്കായിട്ടും ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഉത്സാഹത്തോടെ ഇത്രത്തോളം ചേർന്ന് വരുന്ന എല്ലാവർക്കുമായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൂടുതൽ കൂടുതൽ തിരുവചന സത്യങ്ങളെ പഠിക്കുവാനും അത് മറ്റുള്ളവരിൽ എത്തിക്കുവാനും ദൈവം ഓരോരുത്തർക്കും പ്രത്യേക കൃപ കൊടുക്കട്ടെ, ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർമാനമായ പഠനത്തിലേക്ക് നാം കടന്നു വരികയാണ്. ദ ബുക്ക് ഓഫ് ആക്ട്സ്, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്നാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 16ാം അധ്യായം ആണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കുവാനായിട്ട് തുടങ്ങിയത്. അതിന്റെ 15ാമത്തെ വാക്യം വരെ ചിന്തിച്ച് നിർത്തുവാനായിട്ട് കർത്താവ് സഹായിച്ചു. അതായത് സെക്കൻഡ് മിഷണറി ജേർണിയുടെ ഭാഗമായിട്ട് പൗലോസും ശീലാസും ഏകദേശം ലൂസ്ത്രയിൽ എത്തുന്നതും ലൂസ്ത്രയിൽ വെച്ച് തിമത്തിയോസ് തന്നോടൊപ്പം ചേരുന്നതും അതിനുശേഷം അതുവഴിയായി അവർ ഫിലിപ്പിയിൽ എത്തുന്നതും ഫിലിപ്പിയിൽ നടക്കുന്ന പ്രാരംഭമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അല്പമായിട്ട് ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞു. ഇന്ന് അതിനുശേഷം തുടർമാനമായിട്ട് 16ാമത്തെ അധ്യായം പഠിക്കണമെന്നും കഴിയുമെങ്കിൽ 17ാമത്തെ അധ്യായത്തിന്റെ പകുതി വരെയോളം പോകണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അധികം കോംപ്ലിക്കേറ്റഡ് അല്ല ഈ അധ്യായങ്ങളൊക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള അധ്യായങ്ങളായതുകൊണ്ട് ഞാൻ അല്പം ഫാസ്റ്റ് ആയിട്ട് അങ്ങ് പോവുകയാണ്. ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത് ഈ അധ്യായത്തിൽ ഫിലിപ്പിയിൽ വെച്ച് ഒരു വെളിച്ചപ്പാടത്തിയുടെ മേലുള്ള ഭൂതത്തെ പൗലോസ് ശാസിക്കുന്നതായും തൽഫലമായിട്ട് താൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നതായിട്ടും പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ പാടി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇളകുന്നതായിട്ടും വലിയൊരു ഭൂകമ്പം ഉണ്ടാകുന്നതായിട്ടും ആ ജയിലർ തനിക്ക് രക്ഷ ലഭിക്കുന്നതായിട്ടും ഒക്കെയുള്ള ഭാഗങ്ങളാണ്. നമുക്ക് പണ്ട് മുതലേ അറിയാവുന്നതും സൺഡേ സ്കൂൾ മുതലേ പഠിക്കുന്ന വിഷയങ്ങളായത് കാരണം അധികം സമയം ഞാൻ അവിടെ നിൽക്കുന്നില്ല. എന്നാലും എല്ലാം ചിന്തിച്ചു പോകുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നു. 17ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുവാനും അവിടെ നിന്ന് കഴിയുമെങ്കിൽ ഫിലിപ്പിയയിൽ നിന്നും തെസലോനിക്ക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെ യഹൂദന്മാരുടെ ഉപദ്രവം ഹേതുവായി തെസലോനിക്കയിൽ അവർക്ക് വളരെ പ്രയാസം ഉണ്ടാകുന്നതായിട്ടും തെസലോനിക്കയിൽ നിന്നും അടുത്ത സ്ഥലമായ ബെറോവ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോൾ പോകുന്നതായിട്ടും ഒക്കെയുള്ള ഭാഗമാണ് ഇന്ന് ഞാൻ ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇന്ന് 16ാമത്തെ അധ്യായത്തിന്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കണം. എന്നാൽ അതിനു മുൻപായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച, അതായത് ലുദിയായുടെ സ്നാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാനായിട്ടിടയായി. കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ആ ഒരു സ്നാനത്തെക്കുറിച്ച് അപ്പോൾ അത് ശ്രദ്ധിച്ച പലർക്കും ചിലരൊക്കെ അഭിപ്രായം പറയുകയുണ്ടായി. അതിനെക്കുറിച്ച് അല്പം കൂടെ കൂടുതലായിട്ട് അറിയണം. ആ സ്നാനം എന്നൊരു ഉപദേശം, അതായത് ജലസ്നാനം എന്നൊരു ഉപദേശം നമുക്കില്ലാത്തത് കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അവിടെ അല്പം കൂടെ ഒന്ന് നിർത്തി അതിനെ കുറെ കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരണം എന്ന് ഉള്ള ആവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഭാഗം ഞാൻ ഒരല്പം കൂടെ ഒന്ന് വെടിപ്പാക്കി ഒരല്പം കൂടെ ക്ലിയർ ആയിട്ട് ആ വിഷയം ഒന്ന് പറഞ്ഞ് അടുത്ത വിഷയത്തിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ലുദിയയുടെ സ്നാനത്തെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി ഞാനിത് എത്ര എക്സ്പ്ലെയിൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് വിശ്വസിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അത് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല, എത്ര പറഞ്ഞാലും അത് ഉള്ളിലോട്ട് ഗ്രഹിക്കുവാനായിട്ട് കഴിയത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഏറെ കാലമായിട്ട് നമ്മുടെ ഉള്ളിൽ നാം മനസ്സിലാക്കിയിരിക്കുന്നതും പഠിച്ചിരിക്കുന്നതും പാരമ്പര്യമായിട്ട് പിതാക്കന്മാർ മുതലേ ചെയ്തു വരുന്ന ഒരു സമ്പ്രദായമാണ്. അത് കാരണം അത് പെട്ടെന്ന് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റുവാനായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അത് ഹൃദയത്തിൽ നിന്ന് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യുവാനോ ഒരല്പം പ്രയാസമാണ്. ഈ കമ്പ്യൂട്ടറിന്റെ ഒക്കെ ഹാർഡ് ഡിസ്ക് മാതിരിയാണ്. കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ എന്തെങ്കിലും ലോഡായി കഴിഞ്ഞാൽ അത് അതിലുണ്ടായിരിക്കും. അതിനുശേഷം നമുക്ക് അതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലോ അല്ലെന്നുണ്ടെങ്കിൽ 1, 2, 4 പ്രാവശ്യം ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ റിട്രീവ് ചെയ്യാൻ പറ്റും. അത് പിന്നീട് അതിൽ ഉണ്ട്, അത് ശരിക്കും എൻഗ്രേവ്ഡ് ആണ്, അതിനകത്തിൽ സേവ്ഡ് ആണ്. എത്ര ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഓഫീസിലൊക്കെ ലഭിക്കുന്ന ലാപ്ടോപ്പ് നമ്മൾ തിരിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേന് അതിനൊരു 8 പ്രാവശ്യമെങ്കിലും ഡിലീറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. എന്നാൽ പോലും അതിനകത്തിൽ നിന്ന് വീണ്ടും റിട്രീവ് ചെയ്യാനായിട്ട് പറ്റും ആ ഡേറ്റ. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയ ഭിത്തികളിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമായി ഈ സ്നാനം എന്ന് പറയുന്നത് ജനിച്ചപ്പോൾ മുതലേ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് കാരണം ഇത് എത്ര എക്സ്പ്ലെയിൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഇതിനകത്തിൽ കംപ്ലീറ്റ് ഇതിന്റെ PhD ലെവലിൽ ഈ കാര്യങ്ങളെ പറഞ്ഞെന്നാലും മലയാളത്തിൽ നമ്മൾ സാധാരണ പറയുന്ന പോലെ പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കുന്ന ലെവലിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നെന്ന് പറഞ്ഞാലും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അപ്പൊ അത് കാരണം നമുക്ക് ഒരുതരെ പറഞ്ഞത് ബലാത്കാരമായിട്ട് മനസ്സിലാക്കിക്കാനായിട്ട് പറ്റത്തില്ല. ദൈവം അവരുടെ ഹൃദയം തുറക്കട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ച് ഒരല്പം കൂടെ ക്ലാരിറ്റി ആ വിഷയത്തിൽ തരാം. യഹൂദന് പരിച്ഛേദന എന്ന പോലെ ക്രിസ്ത്യാനിക്ക് അലംഘനീയമായ ഒരു കൽപ്പനയാണ് സ്നാനം എന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുക.
ഈ യഹൂദന് പരിച്ഛേദന ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. കാര്യം അബ്രഹാമിന്റെ കാലം മുതൽ ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയാം, നിങ്ങൾ പരിച്ഛേദന ചെയ്യേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാനേ പറ്റത്തില്ല. എത്രമാത്രം യഹൂദൻ അതിനെ എതിർക്കുമെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കാൻ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരിക. അവരങ്ങനെ കേട്ട് കേൾവി പോലും അവരുടെ ചരിത്രത്തിലോ കുടുംബത്തിലോ എങ്ങുമില്ല. പരിച്ഛേദന കഴിക്കാത്ത ഒരു യഹൂദനുണ്ടോ? അവൻ പരിച്ഛേദന കഴിക്കാത്തവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നികൃഷ്ട ജീവി മാതിരിയാണ് അവർ കാണുന്നത്. ഈ ദാവീദ് തന്നെ വന്ന് ഗോലിയാത്തിന്റെ അടുക്കൽ ചോദിക്കുന്നത്, അഗ്രചർമ്മിയായ ഇവൻ നമ്മളെ എന്ത് ചെയ്യാൻ കഴിയും? കാര്യം ആ പരിച്ഛേദന ഇല്ല എന്നുണ്ടെങ്കിൽ അവൻ ഏത് വലിയവനാണെങ്കിലും അവർക്ക് അംഗീകരിക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെ നിൽക്കുന്ന യഹൂദനോടാണ് പോൾ പറയുന്നത്, പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യമെന്ന്. അപ്പൊ അവർക്കത് എത്രമാത്രം പ്രയാസമുണ്ടായിരുന്നു പോൾ പറയുന്ന ഒരു ഉപദേശത്തെ ആക്സെപ്റ്റ് ചെയ്യാൻ. കൃപയാൽ വിശ്വാസം മൂലമാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നതെന്ന് പൗലോസ് അപ്പോസ്തലൻ യഹൂദ സിനഗോഗുകളിൽ പ്രസംഗിച്ചപ്പോൾ അവർക്ക് എത്രമാത്രം പ്രയാസം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഊഹിക്കണം. ഇതേ പ്രയാസം അതിലും ഒരു അല്പം കുറഞ്ഞതാണ്. ഇതേ പ്രയാസമാണ് ക്രിസ്ത്യാനിക്ക് ഇന്ന്. സ്നാനത്താൽ അല്ല രക്ഷ. സ്നാനവും ക്രിസ്തീയ വിശ്വാസവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആക്ച്വലി ജലസ്നാനത്താൽ നമുക്കൊന്നും സംഭവിക്കുന്നില്ല. ഇറ്റ് അവൈലത്ത് നത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാനായിട്ട് പ്രയാസമാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്നത് മുഴുവൻ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് പഠിപ്പിച്ച മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ കൂടി എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ അടിസ്ഥാന ഉപദേശങ്ങളും നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനുശേഷം കർത്താവ് ശിഷ്യന്മാരാക്കി 12 അപ്പോസ്തലന്മാരിൽ കൂടി ലോകമെമ്പാടും പോയി സുവിശേഷം അറിയിക്കാൻ പറഞ്ഞ സുവിശേഷമാണ് ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന് നാം വിശ്വസിച്ചിരിക്കുന്നു. അത് കാരണം തന്നെ സ്നാനം എന്ന് പറയുന്നത് അലംഘനീയമായ അവരുടെ കൽപ്പനയാണ്. അവരെല്ലാവരും പ്രസംഗിച്ചിരുന്ന കൽപ്പനയാണ്. അതുകൊണ്ട് ആ ഒരു സംഗതി ഇത്ര സ്ട്രോങ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്നത് കാരണം സ്നാനം ഇല്ലെന്നോ സ്നാനം ആവശ്യമില്ലെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടവർക്ക് അത് ഉൾക്കൊള്ളാൻ അല്പം പ്രയാസമാണ്. ക്രിസ്ത്യാനിയാണോ സ്നാനപ്പെട്ടിരിക്കണം. ഇനി അത് തളിക്കലായാലും കുഴപ്പമില്ല, മുഴുകലായാലും കുഴപ്പമില്ല, കഴുകലായാലും കുഴപ്പമില്ല. ഏത് രീതിയിലാണെങ്കിലും പ്രശ്നമില്ല, ഈ സംഗതി ഉണ്ടായിരിക്കണം. കുളത്തിൽ സ്നാനപ്പെട്ടാലും കുഴപ്പമില്ല, തോട്ടിലോ ആറ്റിലോ ഈവൻ കടലിലോ, ഇനി അതല്ല പള്ളിയിൽ കെട്ടിയിരിക്കുന്ന തൊട്ടിയിൽ മുങ്ങിയാലും കുഴപ്പമില്ല, അതിൽ തളിച്ചാലും കുഴപ്പമില്ല, ഈ സംഗതി നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കണം. Where you got baptized or who baptized you or how you got baptized, none of these matters. ഇതൊന്നും നമുക്ക് വിഷയമല്ല. As long as baptism is there in your belief, that is okay. അതുണ്ടായിരിക്കണം എന്നുള്ളതാണ് ബേസിക് റിക്വയർമെന്റ്. ഇനിയിപ്പോ അതില്ല എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ കടുത്ത ദുരുപദേശി വന്നിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അതിനെ കാണുന്നത്. ഞാൻ നിങ്ങളെ അല്ലെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്നവരെ കുറ്റം പറയുന്നില്ല. തിരുവചനത്തെ പഠിപ്പിക്കേണ്ടുന്ന രീതിയിൽ നമ്മളെ പഠിപ്പിക്കാത്തത് കാരണം. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്നും അപ്പോയിന്റ് ചെയ്ത തിരഞ്ഞെടുത്ത ഒരു അപ്പോസ്തലനായ പൗലോസിൽ കൂടി വെളിപ്പെടുത്തിയ സ്വർഗീയ സത്യമാണെന്നുള്ള ബേസിക് കാര്യം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം വലിയ കൺഫ്യൂഷനുകൾ ഉണ്ടാകും. പൗലോസ് അപ്പോസ്തലനെ ഈ കാര്യങ്ങൾ ദൈവം കാണിച്ചു കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സൂര്യന്റെ കീഴിൽ ഭൂമിക്ക് മേലെ ഈ വിഷയങ്ങൾ അറിയാവുന്ന ഒരേ ഒരു വ്യക്തി പൗലോസ് മാത്രമാണ്. തന്നിൽ കൂടെ പല കാര്യങ്ങളും ഇവിടെ നിറവേറ്റിയിട്ടുണ്ട്, താൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് ഒരു കാര്യം മനസ്സിലാക്കണം, പോൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ഒരു ട്രേസബിൾ ഹിസ്റ്ററി ഇല്ല. ന്യായപ്രമാണത്തിനൊന്നും 1000 വർഷമായെന്നോ 4000 വർഷമായെന്നോ ഒന്നും പറയാനുള്ള ഹിസ്റ്ററി ഇല്ല. കാര്യം ദൈവം അത് വെളിപ്പെടുത്താൻ ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി പോളാണ്. പൗലോസ് അപ്പോസ്തലൻ കൂടി മറഞ്ഞിരുന്ന നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? ഗബ്രിയേൽ ദൂതൻ, ദൈവത്തിന്റെ ആലോചനകൾ അറിയിച്ചിരുന്ന ദൂതനാ ഗബ്രിയേൽ ദൂതൻ. ആ ഗബ്രിയേൽ ദൂതന് പോലും അറിയാത്ത കാര്യമാണ് ദൈവം പൗലോസ് അപ്പോസ്തലൻ കൂടി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിന് എത്ര ബാക്ക് ട്രാക്ക് അല്ലെങ്കിൽ ഹിസ്റ്ററി ട്രേസ് ചെയ്യാൻ പറ്റും? അതിന് ഒരു ഹിസ്റ്ററിയും ഇല്ല. കാര്യം ദൈവം അത് അറിഞ്ഞുകൊണ്ട് മറച്ചു വെച്ചിരുന്നത്. അത് മറച്ചു വെക്കാൻ ദൈവത്തിൻ്റെതായിട്ടുള്ള കാരണം ഉണ്ടായിരുന്നു. ഗബ്രിയേൽ പോലുള്ള മറ്റു ദൂത സഞ്ചയങ്ങളായ എതിർ സ്ഥാനത്ത് നിൽക്കുന്ന ലൂസിഫറും അവന്റെ ദൂത സഞ്ചയങ്ങളും അവരാരും ഇത് അറിയാതിരിക്കാൻ, അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. ക്രൂശീകരണം നടക്കത്തില്ല. ഈ ക്രൂശീകരണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഉലക സ്ഥാപനത്തിന് മുന്നമേ ഉള്ള പദ്ധതിയാണ്. അത് നടക്കാതെ പോയേനെ. അത് ഞാൻ പറയുന്നതല്ല നടക്കാതെ പോകുന്നത്, തിരുവചനം പറയുന്ന ഹാഡ് ദൈ നോൺ ഇറ്റ് they would not have crucified the Lord of glory എന്ന് തിരുവചനം പറയുന്നത് എൻ്റെ ഐഡിയ അല്ല. അത് കാരണം ഇത് ദൈവം ആർക്കും വെളിപ്പെടുത്തിയിരുന്നില്ല.
പൗലോസ് അപ്പോസ്തലൻ കൂടെ വെളിപ്പെടുത്തിയതാണ്. അദ്ദേഹം എന്ത് പറഞ്ഞിരിക്കുന്നു അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഉപദേശമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ 12 അപ്പോസ്തലന്മാരും അതിന് മുൻപ് വന്ന് കർത്താവായ യേശു ക്രിസ്തു കർത്താവ് ലോകത്തിൽ വന്ന് നിവർത്തിച്ച ശുശ്രൂഷയും ഒക്കെ ആയിട്ട് നമ്മൾ കയറി വല്ലാതെ കുരുങ്ങിയിരിക്കുക. ഈ കുരുക്കിയിരിക്കുന്നത് സാത്താനാണ്. അത് സാത്താന്റെ തന്ത്രമാണ്. അതിനെയാണ് റൈറ്റ്ലി ഡിവൈഡ് എന്ന് പറയുന്നത്. ഇതിനെ റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പൂ പോലെ സിമ്പിളായത്. അത് മനസ്സിലാക്കാതെ ഇതിലിങ്ങനെ കുരുങ്ങി കിടന്നിട്ട് അത് തെറ്റാണ്, ഇത് തെറ്റാണ്, അതും കൂടെ ഉണ്ട്, ഇതും കൂടെ ചേർക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇതിന് പറയാൻ പറ്റുന്നത്? ദൈവം തന്ന ഒരു ഉപദേശം, ഗബ്രിയേൽ ദൂതന് പോലും അറിയാൻ വയ്യാത്ത ഉപദേശത്തിൽ നമ്മൾ മായം ചേർക്കുന്നവരായിട്ട് വരും. അതിൽ വെള്ളം ചേർത്ത് ഉപദേശം പഠിപ്പിക്കുന്നവരായിട്ട് വരും. അത് നമുക്ക് പറ്റത്തില്ല. പൗലോസ് അപ്പോസ്തലൻ അതാണ് അഗ്രിപ്പാ രാജാവിന്റെ മുന്നിൽ അദ്ദേഹത്തോട് നോക്കി പറയുന്നത്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൈവിക ഉത്തരവാദിത്വമുണ്ട്. അതിന് ഞാൻ അനുസരണക്കേട് കാണിക്കത്തില്ല. അതിന് രാജാവല്ല ഏത് ചക്രവർത്തിയാണേലും കാണിക്കത്തില്ല. അതാണ് നമ്മുടെ വിശ്വാസം. അതായിരിക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഓരോ ദൈവജനവും അതിൽ അടിയുറപ്പുള്ളവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ ദ ഗേറ്റ് മിനിസ്ട്രീസിനെ കുറിച്ച് പറയുന്നത്, നമ്മൾ അറിയപ്പെടുന്നത് തന്നെ സ്നാനം വേണ്ടാത്ത ഗ്രൂപ്പ് എന്നാണ്. ഒരു കണക്കിൽ പറഞ്ഞാൽ ഞാൻ അതിൽ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. കാര്യം അങ്ങനെയെങ്കിലും നമുക്കൊരു പബ്ലിസിറ്റി ആ വിഷയത്തിൽ കിട്ടുന്നുണ്ടല്ലോ. സ്നാനം വേണ്ട എന്നുള്ളതിനെ ഞാൻ അല്പം തിരുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്നാനം വേണ്ട എന്നുള്ളതല്ല ശരി, നമുക്ക് സ്നാനം ആവശ്യമാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ അത് ജലസ്നാനമല്ല, പരിശുദ്ധാത്മസ്നാനമാണ്. പരിശുദ്ധാത്മസ്നാനത്തിൽ അലംഘനീയമായി വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ദ ഗേറ്റ് മിനിസ്ട്രീസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവചനം അത് നമ്മളെ പഠിപ്പിക്കുന്നു, അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്, 1 Lord, 1 faith, 1 baptism. ഒരു ബാപ്റ്റിസമാണ് നമുക്കുള്ളത്. 1 Lord, 1 faith, 1 baptism. ആ ബാപ്റ്റിസം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് തിരുവചനത്തിൽ കൂടെ 13 ലേഖനങ്ങളിൽ കൂടി പറഞ്ഞിരിക്കുക. ഒരെണ്ണം മാത്രം ഒന്ന് കാണിച്ച് ഞാൻ ഈ വിഷയം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് ശ്രമിക്കുക. ഒരു വാക്യം മാത്രം ഞാൻ അതിൽ ഒന്ന് കാണിക്കാം. കൊരിന്ത്യർ ലേഖനം, 1-ാമത്തെ കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. അവിടെ പറഞ്ഞിരിക്കുകയാണ്, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാർ. അതായത് കർത്താവിന്റെ ശരീരം, ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. വളരെ ക്ലിയർ ആയത്. ഇംഗ്ലീഷിൽ അതിനെക്കാട്ടിൽ ക്ലിയർ ആ. ഫോർ ബൈ 1 Spirit are we all baptized into 1 body. നോക്കിയേ, ഫോർ ബൈ 1 Spirit, ഒരേ ആത്മാവിനാൽ നമ്മൾ സ്നാനം കഴിച്ചിരിക്കുക. For by 1 Spirit are we all baptized into 1 body. ആ ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഭാഗമാക്കി തീർത്തിരിക്കുക, നമ്മളെ ബാപ്റ്റൈസ് ചെയ്ത്. എന്തിൽ? പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തിയ ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഭാഗമാക്കി തീർത്തിരിക്കുക. Whether we be Jews or Gentiles, whether we be bond or free, and have been all made to drink into 1 Spirit. മനസ്സിലായോ? നമ്മൾ എല്ലാവരെയും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിൽ സ്നാനപ്പെടുത്തി ഒരേ ആത്മാവിനെ നാം പാനം ചെയ്തിരിക്കുക. ഇത്ര ക്ലിയർ ആയിട്ട് പോൾ പഠിപ്പിച്ചിരിക്കുന്ന ഒരു വിഷയമാണ്. ഇത് ക്ലാരിഫൈ ചെയ്യാൻ നിറയെ ഇടത്ത് ഈ വിഷയത്തെ പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ വിഷയം ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നതും. ഇതാണ് ക്രിസ്തീയ വിശ്വാസത്തിലെ സ്നാനം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മ സ്നാനമാണ്. നാം ക്രിസ്ത്യാനികൾ നമ്മുടെ സ്നാനമെന്ന് അഭിമാനിക്കുന്ന ഈ ജലസ്നാനം ആക്ച്വലി നമ്മുടെ കണ്ടുപിടുത്തമോ നമ്മുടെ ഉപദേശമോ ഒന്നും അല്ല. നമ്മുടെ ഒരു കണ്ടുപിടുത്തമേ അല്ല ഇത്. ഇത് എത്രയോ നാളുകളായിട്ട് യഹൂദൻ ഫോളോ ചെയ്തുകൊണ്ട് വരുന്ന ഒരു ഉപദേശമാണ് ഈ സ്നാനം എന്ന് പറയുന്നത്. യഹൂദന്റെ അനേക ഉപദേശങ്ങളിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത അടിസ്ഥാന ഉപദേശങ്ങളൊന്നാണ് അവരുടെ ജലസ്നാനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം മാത്രം ഞാനൊന്ന് കാണിച്ച് പെട്ടെന്ന് ഞാൻ ഈ വിഷയം പറഞ്ഞ് വരാം. എബ്രായ ലേഖനം 6-ാം അധ്യായം അതിന്റെ 1-2 വാക്യം. എബ്രായ ലേഖനം 6-ാം അധ്യായം അതിന്റെ 1-2 വാക്യം. അതിങ്ങനെയാണ് പറയുന്നത്, അതുകൊണ്ട് നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം. എബ്രായർക്ക് എഴുതിയ ലേഖനമാണ്. ഹീബ്രു വിശ്വാസികൾക്ക് അവരെ ആ വിശ്വാസത്തിൽ ഉറച്ചു നിർത്താൻ ഈ എബ്രായർക്ക് എഴുതിയ ലേഖനമാണ്. ഇതിൽ കൂടുതൽ എന്ത് എക്സ്പ്ലനേഷൻ അതിന് വേണ്ടത്? എബ്രായർക്ക് എഴുതിയ ലേഖനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് എപ്പിസ്റ്റൽ ഈസ് റിട്ടൺ ടു ഹീബ്രൂസ്. അവരോട് പറയുകയാണ്, അതുകൊണ്ട് നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തെങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ, ഞാൻ അടുത്ത വാക്യം കാണിക്കാം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. ഇതെല്ലാം ഇവരുടെ ആദ്യ വചനവും അടിസ്ഥാന ഉപദേശങ്ങളും. ഇവിടെ പറയുകയാണ്, അതുകൊണ്ട് നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം.
ദൈവത്തെങ്കിലെ വിശ്വാസം. ഇതെല്ലാം ഇവരുടെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങും അടിസ്ഥാന ഉപദേശങ്ങളും. പരിച്ഛേദന പോലെ തന്നെ ഇവർ ചെയ്യുന്ന പല കാര്യങ്ങളുടെ അടിസ്ഥാന പ്രമാണങ്ങളിലെ പ്രധാന കല്ലുകളായത്. നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, അങ്ങനെയുള്ള പ്രവർത്തികളിൽ, നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള മാനസാന്തരം ഉണ്ടാകണം. ദൈവത്തെങ്കിലെ വിശ്വാസം, അടിയുറപ്പുള്ള ആ ഒരു വിശ്വാസം ദൈവത്തെങ്കിൽ ഉണ്ടായിരിക്കണം. സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, നിറയെ സ്നാനങ്ങളുണ്ട് ഇവരുടെ ഇടയിൽ. ഞാൻ വരികയാണ് അതിലേക്ക്, ഞാൻ കുറെ കാര്യങ്ങൾ അതിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാം. സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, ഇതെല്ലാം യഹൂദന്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. നിത്യ ശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക എന്ന് പറയുക. ഇതെല്ലാം യഹൂദിയ അടിസ്ഥാന പ്രമാണങ്ങളാണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുക. ഇതൊന്നും ക്രിസ്ത്യാനി കണ്ടുപിടിച്ച കാര്യമല്ല. എത്രയോ നാളുകളായിട്ട് യഹൂദന്റെ ഇടയിലുള്ള അവരുടെ ഉപദേശങ്ങളിൽ ഒന്നാണ് ഈ സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം എന്ന് പറയുന്നത്. അത് ഒന്നും രണ്ട് സ്നാനമല്ല, നിറയെ സ്നാനങ്ങളുണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ ചടങ്ങുകൾക്കും അവർ സ്നാനം കഴിക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് മിക്വേയും ഒക്കെ നിറയെ അവരുടെ ഇടയിൽ സ്ഥാപിച്ചിരിക്കുന്നത് തന്നെ. ഈ പരിച്ഛേദന കഴിക്കുക, നേർച്ച കഴിക്കുക, പെസഹായും പെരുന്നാളുകളും ഒക്കെ കഴിക്കുക, ശബത്തിനെ ശുദ്ധീകരിച്ച് ശബത്ത് നാളിൽ പള്ളിയിൽ പോവുക, തിരുവചനം കൂടിയിരുന്ന് വായിക്കുക. അതായത് ഈ എന്താ പറയുന്നത്, ഈ അത്തിമരത്തിന്റെ കീഴിൽ കൂടിയിരുന്ന് തിരുവചനം പഠിക്കുക, വായിക്കുക. അതുപോലെ തന്നെ എന്താ പറയുന്ന, അന്യദേവന്മാർക്ക് കാഴ്ചവെച്ചിരിക്കുന്ന ഭക്ഷണം, ഇറച്ചി, അതൊക്കെ ഭക്ഷിക്കാതിരിക്കുക. ഇതൊക്കെ വളരെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, അവരുടെ ഇടയിലെ വളരെ വളരെ ബേസിക് ഉപദേശങ്ങൾ എന്ന് പറഞ്ഞതുപോലുള്ള ഒരു ഉപദേശമാണ് ഈ ജലസ്നാനം എന്ന് പറയുന്നത്. അത് ശുദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉപദേശമാണ്. ലേവ്യ പുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. ലേവ്യ പുസ്തകത്തിൽ ആ ശുദ്ധീകരണത്തെ കുറിച്ച് പഠിച്ചിരിക്കുന്ന ഭാഗം ഞാനൊന്ന് കാണിക്കാം. ചില കാര്യങ്ങളോട് ഒന്ന് ഓർപ്പിച്ചിട്ട് അതിലേക്ക് വരാം. ഇവർക്ക് സ്നാനം കൊടുത്തിരുന്ന ചില പ്രത്യേക ഒക്കേഷനുകളുണ്ട്, യൂസ്ഡ് ഫോർ കൺവേർഷൻ. ഒരു മനുഷ്യനെ കൺവേർട്ട് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു ജാതിയൻ യഹൂദ മതാനുസാരിയായി മാറുകയാണെന്നുണ്ടെങ്കിൽ അവനെ തീർച്ചയായിട്ടും സ്നാനം കഴിപ്പിച്ച് അവനെ അതിൽ കഴുകി മുഴുകി വേണം അവനെ ഇതിലേക്ക് കയറ്റുവാനായിട്ട്. അതിനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളുണ്ട് ഒരാൾ യഹൂദ മതാനുസാരിയായി മാറുമ്പോൾ. അതുപോലെ തന്നെ ചേഞ്ച് ഓഫ് മൈൻഡ്, അവനൊരുത്തന് മാനസാന്തരം ഉണ്ടാകുക, അവന് ഒരു ദൈവഭാഗത്തേക്ക് കൂടുതൽ അടുത്തു വരികയും ആ ദൈവവിശ്വാസിയായിട്ട് ജീവിക്കാനായിട്ട് തീരുമാനിക്കുക. അങ്ങനെയുള്ളപ്പോൾ അവർക്ക് ഈ സ്നാനത്തിന്റെ ആവശ്യമുണ്ട്. ബിക്കമിങ് എ ഡിസൈപ്പിൾ, ദൈവത്തിന്റെ വേല ചെയ്യുവാനായിട്ട് അവരെ തന്നെ സമർപ്പിക്കുക. അങ്ങനെ ആകുമ്പോൾ ഒരു ശിഷ്യനായി തീരുക. ആ സമയത്ത് അവർ സ്നാനം കഴിക്കും. എൻറ്ററിങ് ഇൻ ടു ദ ടെമ്പിളിലെ, അതായത് ജെറുസലേം ദേവാലയത്തിലെ പ്രത്യേക ശുശ്രൂഷകൾ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആ പ്രത്യേക സ്ഥലങ്ങളിൽ കടക്കുന്നതിന് മുമ്പായിട്ട് അവർക്ക് ഈ സ്നാനം ഏറ്റതിന് ശേഷം കയറാൻ പറ്റത്തുള്ളൂ. പ്രീസ്റ്റ്ഹുഡ്, അതായത് പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപായിട്ട് അവരെ കഴുകുകയും തളിക്കുകയും സ്നാനപ്പെടുത്തുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് മുൻപായിട്ടുള്ള സ്നാനം. മാരേജ് സെറിമണി, അതിനു മുൻപായിട്ട് അവരെ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ഒഫീഷ്യൽ സെറിമോണിയൽ ക്ലെൻസിങ് ഉണ്ട്. ഇതുപോലെ ഒത്തിരി ലെവിറ്റിക്കൽ ക്ലെൻസിങ്, അതായത് ലേവ്യ നിയമപ്രകാരം ശുദ്ധീകരിക്കേണ്ടുന്ന ആവശ്യം. മനസ്സിലായോ? ഇതുപോലത്തെ ഒരു സ്നാനമാണ് കർത്താവ് ലിറ്റിൽ ഫ്ലോക്സ് അല്ലെങ്കിൽ ചെറിയ കൂട്ടത്തിന് കൊടുത്ത വിശ്വാസ സ്നാനം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. മാനസാന്തരപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ച ഒരാൾ അവനവനെ തന്നെ ക്ലെൻസ് ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് ജലസ്നാനം എന്ന് പറയുന്നത്. ഇത് ദൈവം അവർക്ക് കൽപ്പിച്ചു കൊടുത്തിരുന്ന ഉപദേശം. ഞാൻ ഒരു വാക്യം കൊടുന്ന് കാണിച്ചോട്ടെ. ഈ ലേവ്യ പുസ്തകത്തിൽ നിന്ന് ആ സ്നാനത്തിന്റെ ഒരു ഭാഗം ഒന്ന് കാണിക്കാം. ലേവ്യ പുസ്തകം 15-ാം അധ്യായം മുഴുവനും നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഞാനത് വായിക്കുന്നില്ല, ഞാനത് നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി വായിക്കാനായിട്ട് വിട്ടുതരികയാണ്. അധികം സമയം അതിലെടുക്കുന്നില്ല. ഈ ഭാഗം മാത്രം ഒന്ന് വായിക്കാം, 2-3 വാക്യം മാത്രം ഒന്ന് വായിക്കാം. ഇസ്രായേൽ മക്കളുടെ നടുവിലുള്ള എന്റെ നിവാസം അവർ അശുദ്ധമാക്കിയിട്ട് തങ്ങളുടെ അശുദ്ധികളിൽ മരിക്കാതിരിക്കേണ്ടത് നിങ്ങൾ അവരുടെ അശുദ്ധിയെക്കുറിച്ച് അവരെ ഇങ്ങനെ പ്രബോധിപ്പിക്കണം. അവരെ അശുദ്ധരായിരിക്കില്ല, ക്ലീൻ ആയിരിക്കണം, ക്ലെൻസ്ഡ് ആയിരിക്കണം. അവർക്ക് അശുദ്ധി ഉണ്ടായെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ സന്നദ്ധിയിൽ കണ്ടില്ലേ, നടുവിലുള്ള എന്റെ നിവാസം അവർ അശുദ്ധമാക്കിയിട്ട് തങ്ങളുടെ അശുദ്ധികളിൽ മരിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ അവരുടെ അശുദ്ധിയെ കുറിച്ച് അവരെ ഇങ്ങനെ പ്രബോധിപ്പിക്കണം. ഈ അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാം ഒഴുക്കുനീറ്റിൽ കഴുകേണ്ട കാര്യവും അല്ലാത്ത കുളങ്ങളിൽ കഴുകേണ്ട കാര്യവും, എങ്ങനെ അവരെ കഴുകണം, എങ്ങനെ ആ ഒരു സ്നാനം നടത്തണമെന്നെല്ലാം പറഞ്ഞിരിക്കുന്ന ഒരു അധ്യായം ഈ 15-ാം അധ്യായം. അത് നിങ്ങൾ തന്നെ വായിച്ചു നോക്കുക, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് കണ്ടല്ലോ, ഇത് സ്രവക്കാരനും ബീജസ്ഖലനത്താൽ അശുദ്ധനായവനും ഋതു സംബന്ധമായ ദീനമുള്ളവർക്കും സ്രവമുള്ള പുരുഷനും സ്ത്രീക്കും അശുദ്ധയോടുകൂടെ ശയിക്കുന്നവനുമുള്ള പ്രമാണം. ഈ ഒരു കഴുകലിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു അധ്യായം മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്കിക്കാട്ട് നിങ്ങൾക്ക് അത് കാണുവാനായിട്ട് കഴിയും. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വെച്ചുകൊണ്ട്
അവനൊരു ആരാധന ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. അലംഘനീയമായ കൽപ്പനയാ. ഇവിടെ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ ഇതുപോലെ കർത്താവ് പറയുന്ന 19-20 വാക്യത്തിൽ, അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട്. മനസ്സിലായോ? സകല ജാതികളെ ഇവന്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ നമ്മൾ വ്യാഖ്യാനിച്ചെടുത്തിരിക്കുന്നത് ജാതീയ ദേശത്തും പോയി ഈ സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി കർത്താവ് അവരെ അറിയിച്ചിരിക്കുന്ന ഒരു സുവിശേഷമാണ്. ആ സ്നാനത്തിന്റെ പർപ്പസ് അതായിരുന്നു. പോള് ഈ സ്നാനം അനുവദിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. തന്റെ ആദ്യകാല ശുശ്രൂഷകളിൽ പൗലോസ് അപ്പോസ്തലൻ ഈ സ്നാനത്തെ അനുവദിച്ചിരുന്നു. കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളെന്ന് പറയുന്നത് തന്നെ ഒരു ധൈര്യമാണ്. ആ കാലത്ത് യേശു ക്രിസ്തുവിന്റെ പേര് പറഞ്ഞാൽ കൂടെ യേശു ക്രിസ്തുവിന്റെ അനുയായികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഉപദ്രവിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തിരുന്ന ഒരു സമയമാണ്. പൊതുവെ റോമൻ ചക്രവർത്തി കൈസർ ഈസ് ദ ലോർഡ്, സീസർ ഈസ് ദ ലോർഡ് എന്നൊക്കെയുള്ള നിയമം ഇരിക്കുക. അവിടെ വേറൊരാൾ ദൈവമായിട്ട് അവർ സങ്കല്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരെ ഉപദ്രവങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് യേശു ക്രിസ്തു ഇവനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു, ഞാൻ യേശു ക്രിസ്തുവിന്റെ അനുയായി എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന ആ ഒരു സ്നാനം ഒരാൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ബലമാണ്. അതുകൊണ്ട് തന്നെ പോൾ അതിനെ വിലക്കിയിരുന്നില്ല. കർത്താവിനെ അംഗീകരിക്കുന്നവൻ ആണല്ലോ, തീർച്ചയായിട്ടും അത് ഇരിക്കട്ടെ എന്നുള്ള നിലയിൽ. പക്ഷേ അത് രക്ഷയ്ക്ക് ഒരു കാരണമായിട്ട് പോൾ ഒരിടത്തും പഠിപ്പിച്ചിട്ടില്ല. പന്തിരുവർ പഠിപ്പിച്ച ഉപദേശമല്ല പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചത് എന്ന് നിങ്ങളുടെ ആ മനസ്സിന്റെ അടിത്തറയിൽ നിന്ന് മാറിപ്പോകരുത്. പോൾ പന്തിരുവരിൽ നിന്ന് ഒന്നും പഠിച്ചിട്ടില്ല. കർത്താവിൽ നിന്ന് പ്രാപിച്ചതും സ്വർഗത്തിൽ നിന്ന് ദൈവം തനിക്ക് പകർന്നു കൊടുത്ത വെളിപ്പാടിനാലാണ് താൻ ഈ ദൈവിക ഉപദേശങ്ങളെല്ലാം അറിയിച്ചിരിക്കുന്നത്. പോൾ പറയുന്നത് ഇത് കണ്ടില്ലയോ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം. അതുകൊണ്ടാണ് പറയുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം. ഞാനൊരു വാക്യം കൂടെ കാണിച്ചോട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം, അതിന്റെ 1-ാമത്തെ അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. അവിടെ പറയാണ്, ക്രിസ്പോസിനെയും ഗായോസിനെയും ഒഴികെ നിങ്ങളിൽ ആരെയും ഞാൻ സ്നാനം കഴിപ്പിക്കായികയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മനസ്സിലായോ? ഞാൻ നിങ്ങളെ ആരെയും സ്നാനം കഴിപ്പിക്കായികയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതായത് ഇത് യോഹന്നാൻ സ്നാപകനോ പന്തിരുവർക്കോ പത്രോസ് അപ്പോസ്തലനോ ഒന്നും പറയാൻ പറ്റുന്ന കാര്യമല്ല പൗലോസ് അപ്പോസ്തലനിലൂടെ പറയുന്നത്. ഞാൻ സ്നാനം കഴിപ്പിക്കായികയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓഫ് കോഴ്സ് അവരുടെ ഇടയിൽ ഭിന്നത ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെങ്കിലും പോൾ പറയുന്ന ആ വാക്യം ശ്രദ്ധിക്കുക. അടുത്ത് കണ്ടില്ലേ, സ്തേഫാനോസിന്റെ ഭവനക്കാരെയും ഞാൻ സ്നാനം കഴിപ്പിച്ചു, അതല്ലാതെ മറ്റു വല്ലവരെയും സ്നാനം കഴിപ്പിച്ചു എന്ന് ഞാൻ ഓർക്കുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാരെ അനുയായികളായി തന്നോടുകൂടെ ചേർന്നതിൽ നിന്നും പൗലോസിന്റെ ഓർമ്മയിലില്ല താൻ സ്നാനം കഴിപ്പിച്ചതായിട്ട്. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വാക്യമാണ്, സ്നാനം കഴിപ്പിപ്പാൻ അല്ല സുവിശേഷം അറിയിപ്പാൻ അത്രേ ക്രിസ്തു എന്നെ അയച്ചത്. ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമായി പോകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലാതാനും. ഈ ഒരു വാക്യം നിങ്ങളുടെ മനസ്സിൽ ശരിക്കും കുറിച്ചിടണം. ഇവിടെ പറയാണ്, ക്രൈസ്റ്റ് സെൻഡ് മീ നോട്ട് ടു ബാപ്റ്റൈസ്. കർത്താവ് എന്നെ സ്നാനം കഴിപ്പിക്കാൻ അല്ല അയച്ചത്, ബട്ട് ടു പ്രീച്ച് ദ ഗോസ്പൽ നോട്ട് വിത്ത് വിസ്ഡം ഓഫ് വേർഡ്സ് ലെസ്റ്റ്. ലെസ്റ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അങ്ങനെ സംഭവിക്കാതിരിപ്പാൻ. മനസ്സിലായ? ലെസ്റ്റ് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ഷുഡ് ബി മെയ്ഡ് ഓഫ് നൺ എഫക്ട്. കർത്താവിന്റെ ക്രൂശ് വ്യർത്ഥമായി പോകാതിരിക്കേണ്ടതിന്. കാര്യം ക്രൂശിലൂടെയാണ് ഇത് സകലതും നടന്നിരിക്കുന്നത്. ക്രൂശിലൂടെ ഒഴികെ തങ്ക രക്തത്തിലാണ് നമ്മുടെ രക്ഷ ഉറപ്പായിരിക്കുന്നതും നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതും. അതിന്റെ പുറകെ അതിനോട് സമാനമായിട്ട് വേറെന്തെങ്കിലും അതിനോട് ചേർത്ത് വെക്കുക, അല്ലെങ്കിൽ ക്രൂശിന്റെ മഹത്വം വേറെന്തെങ്കിലും കൂതാശകൾ കവരുക എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് ദൈവദൂഷണമാണ്. ദൈവം ചെയ്ത സ്വർഗീയ രക്ഷാമാർഗത്തിന് എതിരാണ്. അതുകൊണ്ടാണ് പോൾ പറയുന്നത്, ലെസ്റ്റ് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ബി മെയ്ഡ് ഓഫ് നൺ എഫക്ട്. കർത്താവിന്റെ ക്രൂശ് വ്യർത്ഥമായി പോകാതിരിക്കേണ്ടതിന്. ഇതിന് സാഹചര്യം ഉണ്ടാകാൻ കാര്യം, ഇവിടെ സ്നാനത്തെക്കുറിച്ച് ഭയങ്കര ഡിസ്കഷനുകളും, എന്നെ ഇന്നാര് സ്നാനപ്പെടുത്തി, ഞാൻ ഇന്നാരുടെ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പിസം തന്നെയാണ് ഇന്ന് ക്രിസ്ത്യാനിറ്റിയിൽ നടക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ സ്നാനം കഴിപ്പിക്കുന്ന ആ കാലഘട്ടത്തിൽ ഇതിന് ഇത്ര സ്പിരിറ്റ് ഇല്ലായിരുന്നു. എന്നാൽ കൊരിന്തിൽ വന്നു കഴിഞ്ഞപ്പോൾ, കൊരിന്തിൽ തമ്മിലെ പല സ്ഥലങ്ങളിലും ഈ ഒരു ക്രിസ്തീയ മാർഗം, ഇവർ കേഫാവിന്റെ പക്ഷക്കാര്, ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ പക്ഷക്കാര്, ഞങ്ങൾ അപ്പല്ലോസിന്റെ പക്ഷക്കാര് എന്ന് പറഞ്ഞ് പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിരിക്കുക. ഇവര് പൗലോസിന്റെ ശുശ്രൂഷയ്ക്ക് എതിരെ ഏറ്റവും കൂടുതൽ തിരിഞ്ഞവരാണ്. കൊരിന്തിൽ 2 കൊരിന്ത്യൻസ് പോൾ എഴുതാൻ തന്നെ കാരണം ഈ ഗ്രൂപ്പുകൾക്കെതിരായിട്ടാണ്. ഞങ്ങൾ കേഫാവിന്റെ പക്ഷക്കാർ, ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ പക്ഷക്കാരെന്ന് പറഞ്ഞൊരു വലിയ ഗ്രൂപ്പ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അവർക്കെതിരായിട്ടാണ് 2 കൊരിന്ത്യൻസ് എഴുതിയിരിക്കുന്നത് തന്നെ. അതിന്റെ 11-ാം അധ്യായത്തിലാണ് പറയുന്നത്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പോൾ പറയാൻ കാര്യം തന്നെ ഈ ഒരു ഗ്രൂപ്പിസം കാരണമാണ്.
ഇതാണ് പിന്നീട് ക്രിസ്ത്യാനിറ്റി ആയിട്ട് ഡെവലപ്പ് ആയതും. ആ ഒരു ഗ്രൂപ്പിലാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും സഭാപിതാക്കന്മാരും ഒക്കെ പിന്നീട് വരുവാനിടയായതും ക്രിസ്ത്യാനിറ്റിയെ ഊട്ടി ഉറപ്പിച്ച് ഇന്നത്തെ നിലയിലാക്കി തീർത്തതും. യേശു ക്രിസ്തുവിന്റെ പക്ഷക്കാരെന്നും കേഫാവിന്റെ പക്ഷക്കാരെന്നും ഒക്കെ പറയുന്ന, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ 2 കൊരിന്ത്യൻസ് 11 അധ്യായം പോൾ അവരെ പൊളിച്ച് അടുക്കുന്ന ഒരു അധ്യായമാണ്. അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ഓരോ അപ്പസ്വലന്മാരുടെയും പേരിൽ ഗ്രൂപ്പിസം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കെതിരായിട്ട് പോൾ പറയുന്നതിനെ കുറിച്ച്, അവരോട് പറയുന്നത്, നിങ്ങൾ എന്താ പറയുന്നത്, കപട വേലക്കാര്. ഇവര് അപ്പോസ്തലന്മാരെന്ന് പറയുവാൻ കഴിയത്തില്ല, ഇവര് കള്ള അപ്പോസ്തലന്മാര്, കപട വേലക്കാര്. മനസ്സിലായോ? അങ്ങനെ സത്യത്തിൽ നിന്നും പൗലോസ് അപ്പോസ്തലൻ കൂടി പരിശുദ്ധാത്മാവിനാൽ തന്നെ വിളിച്ച് വേർതിരിച്ച് ദൈവം കാണിച്ചു കൊടുത്ത സ്വർഗീയ സത്യത്തിന് എതിരായിട്ട്, അത് ജനത്തിന് മനസ്സിലാകാതെ, ആ ക്രൂശിലൂടെ തുറന്ന രക്ഷാ പദ്ധതി മനസ്സിലാകാതെ ജനത്തെ മാറ്റിക്കളഞ്ഞൊരു ഉപദേശമായത്. അതാ പോൾ പറയുന്നത്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. മനസ്സിലായോ? അങ്ങനെ മാറിപ്പോയ ഒരു ഉപദേശമാണ്. ഇവിടെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പഠിച്ചത് 15-ാമത്തെ അധ്യായമാണ്, അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം. അവിടെ ശ്രദ്ധിച്ചായിരുന്നു, അവിടെ പരിച്ഛേദന വേണ്ട എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഇൻക്ലാബ് മുഴുവൻ അവിടെ നടന്നത്. പൗലോസ് അപ്പോസ്തലൻ അവിടുന്ന് ബർന്നബാസിനെയും തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് ഇവിടെ വന്ന് 12 അപ്പോസ്തലന്മാരോട് ചേർന്ന് ഇവിടെ ജെറുസലേം കൗൺസിൽ കൂടി ഇവിടുത്തെ തീരുമാനം എടുപ്പിക്കുകയും ചില ദിവസങ്ങൾ അവിടെ ഡിസ്കഷൻ നടന്ന് ആ തീരുമാനം എടുപ്പിക്കുകയും ആ തീരുമാനം എഴുതി വെപ്പിക്കുകയും എഴുതി പത്രോസിനെ കൊണ്ട്, യാക്കോബിനെ കൊണ്ട്, യോഹന്നാനെ കൊണ്ടൊക്കെ ഒപ്പിടിപ്പിച്ച് ആ തീരുമാനം ആ സഭകളിലെല്ലാം വായിപ്പിക്കുകയും ചെയ്ത ആ ഒരു പ്രധാന വിഷയമാണ് പരിച്ഛേദന വേണ്ട എന്നുള്ളത്. ആ പരിച്ഛേദന വേണ്ട എന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത് എല്ലായിടത്തും വായിച്ചതിന് ശേഷം 16-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ തന്നെ തിമത്തിയോസിനെ പരിച്ഛേദന കഴിപ്പിക്കുന്നത് കണ്ടോ? അതിന്റെ അർത്ഥം എന്താ? പൗലോസ് അപ്പോസ്തലൻ പരിച്ഛേദന സപ്പോർട്ട് ചെയ്തിരുന്നു എന്നാണോ അതിന്റെ അർത്ഥം? കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലരെ നേടേണ്ടതിന് പൗലോസ് അപ്പോസ്തലന് തിമത്തിയോസിനെയും കൊണ്ട് യഹൂദന്മാരുടെ ഇടയിൽ ശുശ്രൂഷിക്കണം. ആ ഒരു ശുശ്രൂഷയ്ക്ക് ആക്സസ് ലഭിക്കണം. യഹൂദൻ ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് ഞാൻ ന്യായപ്രമാണം ഇല്ലാത്തവനെ പോലെയായി, ന്യായപ്രമാണം ഉള്ളവരുടെ ഇടയിൽ ഞാൻ ന്യായപ്രമാണം ഉള്ളവനെ പോലെയായി, ഒരു ചിലരെ എങ്ങനെയെങ്കിലും വല്ല വിധേയനെ ഒരു ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും വേണ്ടി എല്ലാമായി തീർന്നു എന്ന് പറയുന്നത് പോലെ പരിച്ഛേദനയ്ക്കെതിരെ 15-ാമത്തെ അധ്യായം മുഴുവനും പറഞ്ഞിട്ട് 16-ാമത്തെ അധ്യായത്തിൽ മുൻകൈ എടുത്ത് താൻ പരിച്ഛേദന കഴിപ്പിക്കുക. അതിന്റെ അർത്ഥം താൻ പരിച്ഛേദന സപ്പോർട്ട് ചെയ്തിരുന്നു എന്നല്ല, തനിക്ക് ആ സുവിശേഷം അറിയിക്കാനുള്ള ആക്സസ് ലഭിക്കാനായിട്ട് ചില കാര്യങ്ങൾ തനിക്ക് കണ്ണടക്കേണ്ടതായിട്ട് വന്നു, ചില കാര്യങ്ങൾ താൻ അനുവദിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നു, ചിലത് അനുവദിച്ചിട്ടുണ്ട്. ആ പരിച്ഛേദന അനുവദിച്ചതുപോലെ ആദ്യ കാലങ്ങളിൽ കണ്ണടച്ചിരുന്ന ഒരു ഉപദേശമാണ് ഈ സ്നാനത്തിന്റെ ഉപദേശം. കാര്യം അതിനെക്കുറിച്ചൊരു പൂർണ്ണ വെളിപ്പാട് പൗലോസ് അപ്പോസ്തലന് ലഭിച്ചിരുന്നില്ല. എന്നാൽ തനിക്ക് ആ പൂർണ്ണ വെളിപ്പാട് ലഭിച്ചതിന് ശേഷം വളരെ അസന്നിഗ്ധമായിട്ട് അതിനെക്കുറിച്ച് പറയുകയാണ്, എന്നെ സ്നാനം കഴിപ്പിക്കാൻ അല്ല അയച്ചത്. കാര്യം അതൊരു പ്രയാസമായിട്ട് മാറുന്നു, അത് ക്രൂശിന്റെ മഹത്വം കവരുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ആ സ്നാനത്തെ പരിച്ഛേദം അതിനെ നീക്കിക്കളയുവാനായിട്ട് ഇടയായിത്തീർന്നത്. പിന്നെ അതിനുശേഷം നമുക്ക് കാണുവാനായിട്ട് കഴിയും, ഒരിടത്തും പിന്നീട് സ്നാനം കഴിപ്പിക്കുന്നതായിട്ട് കാണത്തില്ല. ആ ഒരു കാലയളവ് നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ന്യായപ്രമാണത്തിലെ അതേ സ്നാനം, ഇവിടെ അവർക്ക് കൊടുത്തിരിക്കുന്ന അതേ സ്നാനമാണ് ഈ ഫിലിപ്പിയയിലെ ഈ ഗാൻചായറ്റീസ് എന്ന് പറയുന്ന ഈ പുഴവക്കത്ത് നടക്കുന്ന സ്നാനം. ഇവിടെ ലേവിയ 15-ാം അധ്യായം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ആ സ്നാനം അത് സഹോദരിമാർക്ക് എല്ലാ മാസത്തിലും അലംഘനീയമായി അവർ ചെയ്യേണ്ടുന്ന സ്നാനവും അതോടനുബന്ധിച്ച ശുശ്രൂഷകളുമുണ്ട്. പുരുഷന്മാർക്കും അതുപോലെ തന്നെ പല സ്നാനങ്ങൾ അവർക്ക് അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങളാണ് ആക്ച്വലി അവിടെ നടക്കുന്നത്. അതിനെ എഴുതിയിരിക്കുന്നത് തന്നെ വളരെ ലാഘവത്തോടു കൂടിയാ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഇറങ്ങി അവരെ അവിടെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിച്ചെന്നു, അതിനൊരു വലിയ ഇമ്പോർട്ടൻസ് ഈ പറയുന്ന മാതിരിയുള്ള സ്നാനത്തിന്റെ ഇന്ന് ക്രിസ്തീയ കോണത്തിൽ കാണുന്ന സ്നാനം മാതിരിയുള്ള ഒരു ഇമ്പോർട്ടൻസ് അതിനുണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും പോൾ അത് അവിടെ എഴുതിയേനെ, അല്ലാതെ പരിശുദ്ധാത്മാവിനല്ലാതെ അവിടെ എഴുതിയേനെ. വളരെ സിമ്പിളായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു പോയിരിക്കുക. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇവിടെ പറഞ്ഞു കണ്ടില്ലേ, കൊരിന്ത്യ ലേഖനം അപ്പോസ്തല പ്രവൃത്തികൾ 16-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. അതിങ്ങനെയാണ് പറയുന്നത്, ശബത്ത് നാളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ശബത്ത് നാളിൽ ഒരു കാര്യങ്ങളും നടക്കത്തില്ല. ഇതുപോലുള്ള ശബത്ത് നാളിൽ പ്രധാനമായിട്ടും യഹൂദന്മാരുടെ ശുദ്ധീകരണം, അല്ലെന്നുണ്ടെങ്കിൽ ആരാധന, അതുപോലുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കത്തുള്ളൂ. നടക്കാൻ പോലും അവർക്ക് പാടില്ല. ഒരു മൈലാണ് മാക്സിമം അവർക്ക് കാൽനടയായിട്ട് നടക്കാൻ തന്നെ പറ്റുന്നത്. അവിടെ അലക്കാനോ കുളിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യാനോ ഒന്നും പറ്റുന്ന സാഹചര്യമല്ല. ശബത്ത് നാളിൽ
ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി സെന്റർ, പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് പോയി എന്ന് അതിന്റെ അർത്ഥം. ഗോപുരത്തിന് പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. തീർച്ചയായിട്ടും അവർക്കറിയാം പ്രാർത്ഥനാ സ്ഥലം ഉണ്ടാകും. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ യഹൂദന്മാരുടെ ആരാധന സ്ഥലം വളരെ കുറവാണ്, വളരെ ലിമിറ്റഡ് ആണ്. കാര്യം ക്ലൗഡിയോസ് കൈസറിന്റെ കൽപ്പന നിലനിൽക്കുക, റോമിലുള്ള യഹൂദന്മാരെല്ലാം റോം വിട്ടു പോകണം. ആ റോം പോലെ തന്നെ അതുപോലെ റോമക്കാർ കുടിയേറി പാർക്കുന്ന ഒരു സ്ഥലമായി ഫിലിപ്പിയ. അതിന്റെ ആ ഒരു എഫക്ട് ഫിലിപ്പിയയിലുമുണ്ട്, ഈവൻ തെസ്സലോനിക്കയിലുമുണ്ട്, പല സ്ഥലങ്ങളിലുമുണ്ട്. തെസ്സലോനിക്ക എന്ന് പറയുന്നത് റോം, ഫിലിപ്പിയ പോലെ തന്നെ ഒരു വലിയ പട്ടണമാണ് തെസ്സലോനിക്ക. ഇവിടെ എല്ലാം അവരുടെ പല സിനഗോഗുകളും ഇന്ന് പ്രാവർത്തികമല്ല, പക്ഷെങ്കിൽ അവർക്ക് പ്രാർത്ഥനാ സ്ഥലമായിട്ട് അവർ കൂടി വരുന്നുണ്ട്. അതുപോലുള്ള ഒരു പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പുഴവക്കത്തിരുന്നു. ആ പുഴവക്കത്താണ് ആ ഗാഞ്ചൈറ്റിസ് എന്ന് പറയുന്ന പുഴവക്കത്ത്. അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. അവിടെ കൂടി വരാൻ കാര്യം അവിടെ ആ ഒരു സ്നാന ശുശ്രൂഷ, ഈ ലേവിയ സ്നാനം അല്ലെങ്കിൽ ലെവിറ്റിക്കൽ ബാപ്റ്റിസം എന്ന് പറയുന്ന ആ ഒരു ശുശ്രൂഷ 15-ാം അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ലേവിയ പുസ്തകം. ആ സ്നാനം നടക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ അതുപോലുള്ള ശുദ്ധീകരണം, അത് മാത്രമല്ല അതുപോലുള്ള പല ശുദ്ധീകരണത്തിനും വേണ്ടിയിട്ട് അവർക്ക് കൽപ്പിച്ചാക്കിയിരിക്കുന്നതാണ്. അത് ഒഴുക്കുനീറ്റിൽ കുളിക്കേണ്ട സ്ഥലങ്ങളുണ്ട്, സ്നാനപ്പെടേണ്ട സ്ഥലങ്ങളുണ്ട്. അതുപോലത്തെ ഒരു ശുശ്രൂഷ അവിടെ നടക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ലുദിയ വന്നിരിക്കുക. ഈ ശബത്ത് നാളിൽ ലുദിയായൊക്കെ അവിടെ വരാൻ കാര്യം അവർ യഹൂദിയ സ്ത്രീകളാണ്. പോൾ ജനിച്ചതും ഇതുപോലൊരു സ്ഥലത്താണ്. ഈ ലിഡിയ എന്ന് പറയുന്നത് തുയതൈരക്കാരിയ, ആസിയ. അതേ ആസിയയുടെ അടുത്ത സ്ഥലമാണ് ഗലാത്തിയ. അതിലെ ഒരു സ്ഥലമാണ് കിലിക്കിയ. ആ കിലിക്കിയയിലാണ് പൗലോസ് ജനിച്ചത്. യഹൂദനാണ്. അവിടെ മുഴുവനും യഹൂദന്മാരാ. അവിടെ ആ ഒരു ടർക്കി പ്രദേശത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഈ സൗദി അറേബ്യയിൽ ഞാൻ സാധാരണ പറയാറുള്ള മുസ്ലിം പള്ളികളുടെ മിനാരം കാണുന്നത് പോലെ ഇടയ്ക്കെല്ലാം നമുക്ക് ഈ സിനഗോഗുകളെ കാണാൻ കഴിയുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. 10 പേര് കൂടി കഴിഞ്ഞാൽ ഒരു സിനഗോഗ് ആകാം. അതുപോലെ യഹൂദ ജനം തിങ്ങി പാർത്തിരുന്ന ഒരു സ്ഥലമാണ് അവിടുത്തെ ഒരു ലുദിയ എന്ന് പറയുന്ന സ്ത്രീ ആ ഒരു രക്താംബരം അല്ലെന്നുണ്ടെങ്കിൽ പർപ്പിൾ എന്ന് പറയുന്ന ഒരു സംഗതി, അതിന്റെ ബിസിനസ്സിനായിട്ട് ഈ ഫിലിപ്പിയിൽ വന്നിരിക്കുന്ന, അവര് ആരാധനയ്ക്ക് പോകുവാൻ സ്ഥലമില്ല, അല്ലെന്നുണ്ടെങ്കിൽ സിനഗോഗ് അടച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർക്ക് ചുമ്മാതെ വീട്ടിൽ ചടഞ്ഞിരിക്കാൻ പറ്റത്തില്ല. അതാണ് ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ച് പുഴവക്കത്തിരുന്നു. അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. അവിടെ കൂടി വന്ന സ്ത്രീകള് ജാതീയ സ്ത്രീകളല്ല, യഹൂദിയ സ്ത്രീകൾ അവിടെ കൂടി വരുന്നത്. തുയതൈര പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്നു പേരുള്ള ദൈവഭക്തയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയത്തെ തുറന്നു. മനസ്സിലായോ? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവളുടെ ഹൃദയത്തിലേക്ക് കടക്കുവാൻ വേണ്ടി കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളത് സ്വീകരിക്കുവാനും ആക്സെപ്റ്റ് ചെയ്യുവാനും ഇടയായി. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് പാർപ്പീൻ എന്ന് അപേക്ഷിച്ചു. ഞങ്ങളെ നിർബന്ധിച്ചു. ഇവിടെ വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവരുടെ കൂട്ടത്തിൽ ഇറങ്ങി ലിഡിയയെ സ്നാനം കഴിപ്പിച്ചു എന്നാണോ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ഒരു ആർഗ്യുമെന്റ് സഹിക്കുന്ന അങ്ങനെ ആണെങ്കിൽ തന്നെ ഞാനിവിടെ പറയുന്നത്, ഈ ഒരു സ്നാനം അവിടെ നടക്കുന്നത് കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ല ഇതിന് തൊട്ട് മുമ്പ് പരിച്ഛേദന ചെയ്യരുതെന്ന് പറഞ്ഞ് ഇവിടെ ജെറുസലേം കൗൺസിൽ കൂടി തീരുമാനം എടുത്തിട്ട് തിമത്തിയോസിനെ പരിച്ഛേദന കഴിപ്പിക്കാൻ മുന്നിൽ നിന്ന ആളാണ് പൗലോസ് അപ്പോസ്തലൻ. എന്ന് പറഞ്ഞതുപോലെ ഇവരിൽ ഒരു ക്രൗഡിനെ ആ സ്നാനത്തിൽ കൂടി രക്ഷിക്കാൻ കഴിയും. അല്ലെന്നുണ്ടെങ്കിൽ സ്നാനം വിലക്കാതിരുന്നു കഴിഞ്ഞാൽ ഇവർ ഒത്തിരി പേര് ക്രൂശിന്റെ വചനം കേൾക്കുമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കണ്ണടച്ചു കൊടുക്കുന്നതിലും അതിലും തെറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു വാക്യം വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ലിഡിയയെ സ്നാനം കഴിപ്പിക്കുമായിരുന്നു അവിടെ നിന്ന്. അവര് സ്നാനത്തിന് വേണ്ടി വന്നതാണ്. ആ പുഴവക്കത്ത് സ്നാനം നടക്കുന്ന സ്ഥലമാണ്. ഇനി ഒരു ആർഗ്യുമെന്റ് സഹിക്കിന് വേണ്ടി അവർ സ്നാനം കഴിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം ഈ സ്നാനത്തിൽ കൂടെ നമുക്ക് എന്തോ ലഭിക്കുന്നു എന്നല്ല, അത് അനുവദിച്ചിരുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചിലർക്കെങ്കിലും ഈ കാര്യങ്ങൾ ക്രൂശിന്റെ വചനം സംസാരിക്കുവാനും മനസ്സിലാകുവാനും ഒരു ആക്സസ് ലഭിക്കാൻ വേണ്ടി എന്ന് വേണം അതിനെ മനസ്സിലാക്കാനായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനെ ഇംഗ്ലീഷിൽ വായിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ. 15-ാമത്തെ വാക്യം പറയുന്നുണ്ട്, and when she was baptized and her household, she besought us, saying, if ye have judged me to be faithful to the Lord, come into my house and abide there. And she constrained us. മനസ്സിലായോ? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവർ സ്നാനം കഴിഞ്ഞതിന് ശേഷം ഏത് ശുശ്രൂഷയ്ക്ക് വേണ്ടി അവിടെ വന്നു, ആ സ്നാനത്തിന് ശേഷം അവരോട് ചോദിക്കുക, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് പാർപ്പീൻ എന്ന് അപേക്ഷിച്ചു. ആ ഒരു വിഷയമാണ് അവിടെ പറയുന്നത്. അതിനെ നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഈ ഒരു വിഷയത്തെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. കാര്യം ആദ്യ കാലങ്ങളിൽ സ്നാനം വിലക്കിയിരുന്നില്ല. പല സ്ഥലങ്ങളിലും നമുക്കിത് കാണുവാനായിട്ട് കഴിയും. അതിനെ വിലക്കിയിരുന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിലക്കേണ്ടുന്ന ഒരു സാഹചര്യം അവിടെ കാണുന്നില്ല. ഇന്നത്തെ പോലെ ആ സ്നാനത്തിനെ ഉണ്ടെങ്കിലേ നമുക്ക് രക്ഷിക്കപ്പെടാൻ പറ്റത്തുള്ളൂ. ഇന്ന് സ്നാനം വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കൊടിയുമായിട്ട് നിൽക്കുകയാണ് നമുക്കെതിരായിട്ട്. അന്ന് അങ്ങനെ അല്ലായിരുന്നു. അങ്ങനൊരു നിബന്ധനയോ അങ്ങനൊരു നിർബന്ധം ഉണ്ടായിരുന്ന ഒരു കാലമല്ല ഇത്. നമുക്ക് എത്ര സിമ്പിളായിട്ട് ആ കാര്യം പറഞ്ഞു വിട്ടിരിക്കുന്നതെന്ന് നോക്കി. പന്തിരുവര് പ്രസംഗിച്ച ഒരു സുവിശേഷമല്ല പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചത്. നിങ്ങൾ ഇതിനെ എന്താ പറയുന്നത് ബേസിക്കലി മനസ്സിലാക്കണം. ഒരു കിങ്ഡം ഗോസ്പൽ അല്ല. കിങ്ഡം ഗോസ്പലിൽ സുവിശേഷം, ഈ ബാപ്റ്റിസം വളരെ അലംഘനീയമായിരുന്നു. കർത്താവ് അവർക്ക് കൊടുത്തിരുന്ന കൽപ്പനയാണ്. അത് ചെയ്തേ കഴിയത്തുള്ളൂ. അതിനായിരുന്നു സ്നാനം അവർക്ക് കൊടുത്തിരുന്നത്. അതിൽ പൗലോസിനെ വിളിച്ചത് കിങ്ഡം പ്രസംഗിക്കാനല്ല. അതിനാ പന്തിരുവരുള്ളത് മിനിസ്ട്രി ഓഫ് റീകൺസിലിയേഷൻ, അതായത് മിസ്റ്ററി ആയിരുന്ന ഒരു റെവലേഷൻ കർത്താവ് പൗലോസ് അപ്പോസ്തലനോട് പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ് പോളിനെ വിളിക്കുന്നത്. ആ ഒരു അടിസ്ഥാനപരമായ വിളി എന്താണ്, പദ്ധതി എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സ്വർഗീയ വാഴ്ച പ്രസിദ്ധമാക്കുവാൻ വേണ്ടിയിട്ട് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം പത്രോസ് അപ്പോസ്തലനോ പന്തിരുവർക്കോ അതുവരെ കേട്ടിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതുമായ ഒരു ശുശ്രൂഷ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പോളിനെ വിളിച്ചിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് റീകൺസിലിയേഷൻ, ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഇത് പന്തിരുവർക്ക് അറിയാവുന്ന ഒരു ടൈം പീരീഡ് അല്ല കൃപായുഗം എന്ന് പറയുന്നത്. കൃപയാൽ വിശ്വാസം മൂലം നാം രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാലമല്ല അത്. അവർക്കത് അറിയത്തില്ല. ഗ്ലോറി ഓഫ് ദ ക്രോസ് അവർക്ക് എന്താണെന്ന് അറിയത്തില്ല. ക്രൂശിൽ നടന്നത് ഒരു ഭയങ്കര സ്വർഗീയ പദ്ധതിയായിരുന്നു എന്ന് പത്രോസിനും അറിയത്തില്ല, പന്തിരുവർക്കും അറിയത്തില്ല, ഒരു മനുഷ്യർക്കും അറിയത്തില്ല, ഗമാലിയൽ ശാസ്ത്രിക്കും അറിയത്തില്ല. മിനിസ്ട്രി ഓഫ് റീകൺസിലിയേഷൻ എന്താണെന്ന് അവരോട് അന്നും അറിയത്തില്ല. ഇന്നും നല്ലൊരു പിടി അവർക്കുണ്ടോ ആ വിഷയത്തിൽ നിന്ന് എനിക്ക് സംശയമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ വിശ്വാസത്താൽ ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിക്കുന്ന ഒരു നിരപ്പിന്റെ ശുശ്രൂഷയാണ്. അത് പ്രസിദ്ധമാക്കുവാൻ ദൈവം ആക്കിയിരിക്കുന്നത് പൗലോസ് അപ്പോസ്തലനെയാണ്. ഇതിന് പന്തിരുവർക്ക് കൊടുത്ത ഉപദേശങ്ങളുമായിട്ട് കൂട്ടിക്കുഴയ്ക്കുമ്പോഴാണ് ഇതിനൊക്കെ നമുക്ക് പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നത്. സ്നാനത്തിന് പ്രസക്തി ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ കാത്തിരുന്ന് വിശുദ്ധിയെ തികച്ച് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നതിനും അന്യഭാഷയ്ക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രസക്തി ഉണ്ടായിരുന്നു അവരുടെ വിളിയിൽ. അത് പദ്ധതി വേറെയാണ്, വിളിയും തിരഞ്ഞെടുപ്പും വേറെയാണ്. ആ ഒരു പദ്ധതിയിലോ ആ ഒരു വിളിയിലോ അല്ല ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. അതല്ല ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ക്രിസ്ത്യാനിറ്റി. അതൊന്നും തെറ്റാണെന്നല്ല പറയുന്നത്. അതെല്ലാം ബൈബിളിൽ ഉള്ളതും അച്ചട്ടായിട്ട് ദൈവം ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന അരുളപ്പാടാണ്. ബട്ട് അതല്ല നമ്മുടെ കൽപ്പന എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മുടെ വിളി എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലാണ് ഈ പ്രോബ്ലംസ് എല്ലാം ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഇന്നുള്ള സകല സഭകളും പഠിപ്പിക്കുന്നത് തെറ്റാണോ, അവരെല്ലാം സാത്താന്റെ ഏജന്റുമാരാണോ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അത് അവരറിയാതെ വഞ്ചിതരായി പോയിരിക്കുക. ഞാൻ അവരെല്ലാം എന്തോ സാത്താന്റെ ഏജൻസി എടുത്ത് വെച്ചിരിക്കുക, അവരെല്ലാം ഹോൾസെയിൽ ഡീലേഴ്സ് ആണ് സാത്താന്റെ എന്നൊന്നും ഞാൻ പറയാൻ ആളല്ല. അവരെല്ലാവരും വളരെ ദൈവസ്നേഹമുള്ളവരും ആത്മാർത്ഥ സമർപ്പണത്തോടു കൂടി ഈ ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അറിയാതെ സാത്താൻ ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. ഹവ്വായെ അന്ന് പഴം ആ കനിയിൽ കൂടെയുള്ള ഉപായം മതിയായിരുന്നു. ഇന്ന് നമ്മുടെ ബുദ്ധി എത്ര ഉണ്ടെന്നും നമുക്ക് ഏത് രീതിയിലുള്ള ഉപായം തരണമെന്നും നമ്മെക്കാട്ടിൽ വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ് ഈ ക്ഷുദ്രത്തിൽ നമ്മളെ മുക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഏത് കാര്യം തന്നു കഴിഞ്ഞാൽ അത് ക്ഷുദ്രമാകും എന്ന് സാത്താൻ അറിയാം. പോൾ അതാ ചോദിച്ചത്, ഈ ക്ഷുദ്രത്തിൽ നിങ്ങളെ മുക്കിയത് ആര്? ഏതാ ക്ഷുദ്രം പൗലോസ് അപ്പോസ്തലനെ? ഏത് ക്ഷുദ്രത്തിന്റെ കാര്യമാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതുവരെ അവർ പ്രസംഗിച്ചിരുന്ന സുവിശേഷത്തെ അപ്പോൾ ക്ഷുദ്രം എന്ന് പറയുന്നത്. അതിവിടെ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ അത് ക്ഷുദ്രമായി പോകും. അതിവിടെ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ പോൾ പ്രസംഗിച്ചതെല്ലാം വൃഥാവായി പോകും. ഞാൻ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി പോകാതിരിക്കേണ്ടതിന്. മനസ്സിലായോ? ആ കാര്യം കർത്താവ് അവരുടെ ഇടയിലാണ് വന്നിരിക്കുന്നത്. കർത്താവ് അവരുടെ കൈക്ക് പിടിച്ച് 3.5 വർഷം അവരുടെ കൂടെ നടന്നിട്ട് അവർക്ക് കൽപ്പനകൾ കൊടുത്തിട്ട് കർത്താവ് സ്വർഗത്തിൽ കരേറി പോയിട്ട് അവരോട് കൽപ്പന കൊടുത്തിരിക്കുക. ഈ ലോകത്തിലുള്ള ഏത് മനുഷ്യനോട് ചോദിച്ചാലും അതേ വിശ്വസിക്കത്തുള്ളൂ. കാര്യം അവരാണ് ഏറ്റവും കൂടുതൽ ഓതന്റിക് ആയിട്ടുള്ള ഉപദേശം പറയുന്നത്. പോളിന് സ്വർഗത്തിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞും വിശ്വസിക്കത്തില്ല. ഇവര് കൈമലർത്തി കാണിച്ചാൽ മതി, ഞങ്ങൾക്ക് പോളിനെയും അറിയത്തില്ല, പോൾ പറയുന്ന ഉപദേശവും അറിയത്തില്ല എന്ന് പറഞ്ഞാൽ മതി. പോൾ പറയുന്ന ഒരു കാര്യവും പിന്നെ ഒരു മനുഷ്യനും വിശ്വസിക്കത്തില്ല.
അതുകൊണ്ട് അപ്പോൾ പറയുന്നത്, ഞാൻ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി എന്ന് വരാതിരിക്കേണ്ടതിന് ഞാൻ അവരുടെ അടുക്കൽ പോയി ഞാൻ എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു സുവിശേഷം എന്താണെന്ന് ഞാൻ വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു. അത് വിവരിച്ചെല്ലാം പറഞ്ഞ് അവരുടെ അപ്രൂവലും മേടിച്ച് അവരുടെ അണ്ടർസൈൻ മേടിച്ച് ലെറ്റർ മേടിച്ചോണ്ട് വന്നതിന് ശേഷം ഇവർക്ക് എഴുതുക, ഇവരോട് ചോദിക്കുക, യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചവനായി ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാര്? ഏത് ക്ഷുദ്രമായി ഇവർ മയങ്ങിയത്? നിങ്ങൾ വിചാരിക്കുന്ന മാതിരി അവർ ഒരു ക്ഷുദ്രത്തിലും പോയവരല്ല. അവർ ഫോളോ ചെയ്ത് അതിന് തൊട്ട് മുമ്പിലുള്ള ഉപദേശമാണ്. പക്ഷെ അത് ഇവിടെ കയറി കഴിഞ്ഞാൽ ക്ഷുദ്രമാകും. കർത്താവിന്റെ ക്രൂശ് വ്യർത്ഥമായി പോകും. ആ ക്രൂശിലൂടെ ഒഴികെ തങ്ക രക്തത്തിന് ഒരു വിലയില്ലാതായി പോകും. അതുകൊണ്ട് അപ്പോൾ പറയുന്നത്, ലെറ്റ് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ബി മെയ്ഡ് ഓഫ് നൺ എഫക്ട്. കർത്താവിന്റെ ക്രൂശ് വ്യർത്ഥമായി പോകാതിരിക്കാൻ. ഇന്ന് ക്രിസ്ത്യാനിറ്റിയെ മുക്കിയിരിക്കുന്നത് ആ ഉപദേശത്തില്. ഇന്ന് ക്രിസ്ത്യാനിറ്റി മുഴുവൻ മുഴുകി പോയിരിക്കുന്നത് ആ തെറ്റായ പഠിപ്പിക്കലില്ല. അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റല്ല, അത് ശരിയായിരുന്നു. അതൊരു കാലഘട്ടം വരെ ശരിയായിരുന്നു. എന്നാൽ ആ കാലം കഴിഞ്ഞു. കർത്താവ് ഒരു പുതിയ ഉപദേശം ഇവിടെ തന്നിരിക്കുന്നു. അതിനുവേണ്ടി ഒരു അപ്പോസ്തലനെ അയച്ചിരിക്കുന്നു. തന്നിൽ കൂടി ഒരു റെവലേഷൻ ഇവിടെ തന്നിരിക്കുന്നു. ഒരു പുതിയ പദ്ധതി വെളിപ്പെടുത്തിയിരിക്കുന്നു. നമ്മളെ സ്വർഗത്തിലേക്ക് ചേർക്കാൻ പോകുന്നു. അതുവരെ ഒരു കുഞ്ഞിനും മനസ്സിൽ പോലും തോന്നിയിട്ടില്ലാത്ത കാര്യം അത്. നാം നിത്യം സ്വർഗത്തിൽ വസിക്കാൻ പോകും. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഇവിടെ സ്നാനമോ ഇവിടെ പരിച്ഛേദനയോ ഇവിടുത്തെ ഒരു ലോകപരമായ കാര്യങ്ങളും അതിന് ബാധകമല്ല. ബട്ട് ചിലരെയൊക്കെ നേടേണ്ടതിന് ചിലയിടത്തൊക്കെ കണ്ണടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം അതെല്ലാം ഇതിന് വേണ്ടുന്ന അലംഘനീയമായ കൽപ്പനകളാണെന്നല്ല അതിന്റെ അർത്ഥം. അടിസ്ഥാനപരമായിട്ട് ഈ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളോട് ഞാൻ വീണ്ടും വീണ്ടും അപേക്ഷിക്കുക. സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുവാനും പഠിപ്പിക്കുവാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ലിഡിയയുടെ സ്നാനത്തെ പോലെ തന്നെ അടുത്തൊരു സ്നാനം നമ്മൾ അധികം താമസമില്ലാതെ ഫിലിപ്പിയിലെ ജയിലറുടെ സ്നാനം കാണാം. ഇതെല്ലാം പോൾ അനുവദിച്ചു എന്നുള്ളത് സത്യമാണ്. കാര്യം വല്ലവരെയെങ്കിലും രക്ഷിക്കേണ്ടതിന് ആ കാരാഗ്രഹത്തിന്റെ അടിത്തറ വരെ തകർന്നിരിക്കുക. അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും തുറന്നു പോയിരിക്കുക. കയ്യിലെ കെട്ടഴിഞ്ഞു പോയിരിക്കുക. വേണമെങ്കിൽ ഓടിപ്പോകാം. എന്നാൽ അവിടെ നിൽക്കുന്ന എന്തിനാണെന്നറിയാമോ? ആ ജയിലറെ കൂടെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു മനോഭാവമാണ് നമുക്ക് വേണ്ടത്. ആ ഒരു കുടുംബത്തെ അല്ലെങ്കിൽ അതിലൂടെ അനേകരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് രക്ഷ കിട്ടി, ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു, ഭൂകമ്പം വന്നു, കാര്യങ്ങളെല്ലാം തുറന്നിരിക്കുന്നു, ശിലാസേവ നമുക്ക് ഓടാമെന്ന് പറഞ്ഞു പോവുകയല്ല. ഹല്ലേലൂയ. ദൈവം ഈ കാര്യം മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് ഒരു സ്നാനത്തിലും ഒരു കൂദാശയിലും നിങ്ങൾ ഈ ക്രിസ്തീയ മാർഗത്തിൽ കാണുന്ന ഒരു സംഗതി നിങ്ങൾ ഇന്ന് രക്ഷിക്കത്തില്ല. നിങ്ങൾ ഇത് മുഴുവനും ചെയ്തു എന്ന് വിചാരിച്ചു. ഇത് മുഴുവനും യാതൊരു തെറ്റും കൂടാതെ ഇത് മുഴുവനും ചെയ്തു പാലിച്ചു എന്ന് വിചാരിച്ചു. എന്നാൽ ക്രൂശിൽ കൊടുത്തിരുന്ന രക്ഷാമാർഗത്തിന്റെ മുന്നിൽ സമർപ്പിച്ചിട്ടില്ല. പ്രിയ സഹോദര സഹോദരി, 101% നിങ്ങൾ കൈവിടപ്പെട്ടു പോകും. കാര്യം ഈ മാർഗം പ്രവൃത്തികളിൽ കൂടെ നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് രക്ഷിക്കപ്പെടുന്ന മാർഗമോ ഏതെങ്കിലും കൂദാശയിൽ കൂടെ രക്ഷിക്കപ്പെടുന്ന മാർഗമോ അല്ല ഇത്. ഇതിന് മുഴുവിലയും കാൽവറിയിൽ കൊടുത്തു തീർന്നിരിക്കുക. കൃപയാൽ വിശ്വാസം മൂലം നാം എല്ലാവരും രക്ഷിക്കപ്പെടുന്ന ഒരു മഹാകരുണാ കാലഘട്ടം തുറന്നിരിക്കുക. ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നമുക്കുള്ളപ്പോൾ ഈ വിഷയത്തെ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും അത് അങ്ങനെ തന്നെയോ എന്ന് തിരുവചനത്തിൽ പരിശോധിക്കുവാനും ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുക. ആരെങ്കിലും പറയുന്നത് കേട്ട് ട്രഡീഷന്റെ പുറകെ നമ്മുടെ പിതാക്കന്മാരിങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിതാക്കന്മാരും താങ്കളും ചേർന്ന് നിത്യ നരകാഗ്നിയിലേക്ക് പോകും. ഒരു പ്രയോജനം അതിൽ കൂടുതൽ ഉണ്ടാകത്തില്ല. ലുദിയായുടെ സ്നാനത്തെ കുറിച്ച് ഒരല്പം കൂടെ വിശദമായിട്ട് സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നത്. അടിസ്ഥാനപരമായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളൊരു തെങ്ങിന് കേട് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മണ്ടയ്ക്ക് അതിന്റെ പൂവിൽ കൊണ്ട് വളം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മണ്ട ഉണങ്ങി പോകത്തേ ഉള്ളൂ. അതിന്റെ ചുവട്ടിലിടണം വളം, അതിന് വേണ്ടുന്നത് എന്ന് പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായിട്ട് ഈ കാര്യങ്ങളെ മനസ്സിലാക്കാതെ നമ്മൾ ഒരു എക്സ്പ്ലനേഷൻ തന്നു കഴിഞ്ഞാൽ അത് നിൽക്കത്തില്ല, നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഈ പദ്ധതി എന്താണെന്ന് ആദ്യമേ മനസ്സിലാക്കണം. നമ്മുടെ വിളി എന്താണ്, തിരഞ്ഞെടുപ്പ് എന്താണ്, എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നു, പൗലോസ് അപ്പോസ്തലൻ എന്തിന്റെ ശുശ്രൂഷയാണ് ചെയ്തത്, അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് വല്ല കണക്ഷൻ ഉണ്ടോ? അദ്ദേഹം പല ശുശ്രൂഷകളും ചെയ്തിട്ടുണ്ട്. തലമുണ്ടനം ചെയ്തിട്ടുണ്ട്.
പെസഹായിക്ക് മുമ്പായിട്ട് അങ്ങ് യെരുശലേമിൽ എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് സ്പീഡിൽ പോകുന്ന കപ്പലിൽ കയറി എത്രയും പെട്ടെന്ന് അവിടെ എത്തിയിട്ടുണ്ട്. പല പരിച്ഛേദന കഴിപ്പിച്ചിട്ടുണ്ട്, സ്നാനം കഴിപ്പിച്ചിട്ടുണ്ട്, കഴിക്കുന്നത് സമ്മതിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്, അത് നിവർത്തിക്കണം, അത് പറഞ്ഞ് മനസ്സിലാക്കണം. ക്രൂശിന്റെ വചനം വ്യർത്ഥമായി പോകാതെ, ആ ക്രൂശിലൂടെ ഒഴുകിയ രക്തത്തിന്റെ വില എന്താണെന്ന് തന്നെ സ്വർഗത്തിൽ കൊണ്ട് കാണിച്ചതാ. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടതാ. തന്നിൽ നിന്ന് വന്ന ഒരു തെറ്റ് കാരണം ഇസ്രായേലിന് പറ്റിയ വലിയ കുഴപ്പം തന്നിൽ കൂടെ മാത്രമല്ല, അവരെല്ലാവരും തെറ്റുകാരായിരുന്നു. എന്നാൽ അവസാനം പരിശുദ്ധാത്മാവിനെതിരെ കൂടെ ദൂഷണം പ്രവർത്തിക്കുവാനായിട്ട് മുന്നിൽ നിന്നിരുന്നത് പോളാണ് സ്തെഫാനോസിനെ എറിഞ്ഞു കൊല്ലുവാനായിട്ടുള്ള കൺസെന്റ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു സംഭവത്തിൽ കൂടിയാണ് ദൈവം പരിപൂർണമായിട്ട് അവരെ കൈവിട്ട് കളയുന്നത്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അപ്പോൾ പറയുന്നത് ആ പാപികളിൽ ഞാൻ ഒന്നാമനെന്ന് പറയാൻ കാര്യം. അതുകൊണ്ട് തന്നെ യഹൂദനോട് ആ സുവിശേഷം അറിയിക്കുക, തന്റെ കിൻസ്മേന്, തന്റെ ചാർച്ചക്കാര, അവരെ രക്ഷിക്കുക എന്നുള്ള തന്റെ ഒരു ഉത്തരവാദിത്വമാണ്. ഒന്ന് കുറെ 40 അടി 5 പ്രാവശ്യം ഞാൻ യഹൂദന്മാരാൽ കൊണ്ടു. വേറെ ആരും പോളിനെ അടിച്ചിട്ടില്ല, അടിച്ചത് യഹൂദന്മാരാണ്. ഒന്ന് കുറെ 40 അടി 5 പ്രാവശ്യം യഹൂദന്മാരാൽ. എന്തിനാ അടി കൊണ്ടിട്ടും പിന്നെ അവിടെ നിൽക്കുന്നേ? ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് തന്റെ സഹോദരങ്ങളെ നേടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ആഗ്രഹം. ഏത് ദേശത്ത് ചെന്നാലും ആദ്യം തപ്പുന്നത് യഹൂദ സിനഗോഗ, അവരെ നേടണം. ലിഡിയായിട്ട് സ്നാനം കഴിക്കാൻ പാടില്ല, ഇവിടുന്ന് കയറാൻ പറയാൻ ഉള്ള ഒരു ആവശ്യം അവിടെ ഇല്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പല കാര്യങ്ങളും അതുപോലെ അനുവദിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ കാര്യങ്ങളെ അതിനെ ഉൾക്കൊള്ളേണ്ടുന്ന രീതിയിൽ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് കൂടുതൽ കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. 16-ാമത്തെ അധ്യായം അതിന്റെ 16-ാം വാക്യം മുതൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. 16-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം മുതൽ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടതിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തി ഞങ്ങളെ എതിരേറ്റു. അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അവൾ പല നാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടു പോകുവാൻ ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. ഇവിടെ ഇവരുടെ കൂടിയിരിക്കുന്ന ഒരു ദുരാത്മാവ് ബാധിച്ച ഒരു സ്ത്രീയാണ്. എങ്കിലും അവൾ പറയുന്നതിനകത്തിൽ തെറ്റൊന്നുമില്ല, കറക്റ്റ് കാര്യങ്ങളാ പറയുന്നതെങ്കിലും കൂടിയിരിക്കുന്നത് ദുരാത്മാവാണെന്നുള്ളത് പൗലോസിന് മനസ്സിലായി. അങ്ങനെ പോൾ അവളെ ശാസിക്കുന്ന ഒരു ഭാഗമാണ്. ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ്, ഈ വെളിച്ചപ്പാടത്തി എന്ന് പറയുന്ന ഒരു സംഗതിയെ ദൈവം വിലക്കിയിരിക്കുന്നത്. ആ വെളിച്ചപ്പാട് എന്ന് പറയുന്ന ഒരു സംഗതി നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകാനേ പാടില്ല. ഈ വെളിച്ചപ്പാടത്തി എന്ന് പറയുന്നു കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ പറയുകയും ഭാവി കാര്യങ്ങളൊക്കെ പറയുകയും നമ്മൾ ഇന്നത്തെ കാലത്ത് പലരും ചെയ്യുന്ന മാതിരി പല കാര്യങ്ങളും പറയുന്ന ഒരു സ്വഭാവമാണ്. ആ ഒരു ശുശ്രൂഷയാണ് ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തി ഞങ്ങളെ എതിരേറ്റു. അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ ഞങ്ങളെന്ന് പറയുന്നത് ആ കൂട്ടത്തിൽ ശീലാസ് ഉണ്ട്, തിമത്തിയോസ് ഉണ്ട്, ലൂക്കോസ് ഉണ്ട്. അവര് 3 പേരുമുണ്ട്. അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ. സാത്താൻ അന്നെങ്കിലും അവർക്ക് ദൈവദാസന്മാരെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. വിളിച്ചു പറയാണ്, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അവൾ പല നാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടു പോകുവാൻ ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. ഈ കാലത്ത് നമുക്കത് ചെയ്യുവാനായിട്ട് കഴിയും. ഇന്നും അതുപോലുള്ള ശക്തികളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അധികാരത്തോട് അവരെ നോക്കി അവരെ വിട്ടുപോകുവാനായിട്ട് പറയുവാനായിട്ട് കഴിയും. പൗലോസ് അപ്പോസ്തലൻ കൽപ്പിച്ചതുപോലെ തന്നെ ആ കാര്യം ഇന്ന് നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയും. അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിന്റെ ആശ പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ചു. ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കിലേക്ക് വലിച്ചു കൊണ്ടുപോയി. ഇവിടെ പിടിച്ചത് പൗലോസിനെയും ശീലാസിനെയുമാണ്. ലൂക്കോസിനെയും തിമത്തിയോസിനെയും പിടിച്ചിട്ടില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂക്കോസ് അവിടുത്തുകാരനാണ്. ലൂക്കോസ് ഗ്രീക്കുകാരനാണ്. പ്രത്യേകിച്ച് ഫിലിപ്പിയിൽ ഏറെ നാളായിട്ടുണ്ടായിരുന്ന ആളാണ്. തന്നെ കുറിച്ച് പറയുന്നത് ഫിലിപ്പിയിലെ ഒരു മെഡിക്കൽ കോളേജിലാണ് താൻ മെഡിസിന് പഠിച്ചതെന്നാണ് വേദപണ്ഡിതന്മാരുടെ ഇടയിലുള്ള അഭിപ്രായം. പിന്നെ അതുകൊണ്ട് തന്നെ ലൂക്കോസിനെ ആ കൂട്ടത്തിൽ അവർ കൂട്ടിയിരുന്നില്ല, പിടിച്ചില്ല.
പിന്നെ തിമത്തിയോസിനെ പിടിക്കാൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ടീനേജറാണ്, പ്രായപൂർത്തിയായിട്ടില്ലാത്ത ആളാണ്, 18 വയസ്സിന് താഴെയുള്ള ആളാണെന്നുണ്ടെങ്കിലും അവരുടെ ഇടയിൽ അങ്ങനെയുള്ള ശിക്ഷാ നിയമത്തിന് വേണ്ടി അവരെ പിടിക്കാറില്ല. തിമത്തിയോസ് കൊച്ചു പയ്യനാണ്, ഒരു ചെറുപ്പക്കാരനാണ്. അതുകൊണ്ടായിരിക്കാം അവർ രണ്ടുപേരെയും പിടിക്കാഞ്ഞത് എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അധിപതികളുടെ മുമ്പിൽ നിർത്തി യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി. ഇവിടെ യഹൂദന്മാരാണ് ഇവര്. ഇത് ഒരു ഫിലിപ്പിയുടെ സെറ്റിംഗ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകല്ല. റോമക്കാർ കുടിയേറി പാർക്കുന്ന ഒരു വലിയ നഗരമാണ് ഫിലിപ്പിയ നഗരം. അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവായിരിക്കുന്ന ഫിലിപ്പ്, മാസിഡോണിയൻ കിങ്, തന്റെ പേരിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ വലിയ പട്ടണമാണ് ഫിലിപ്പിയ പട്ടണം എന്ന് പറയുന്നത്. റോമക്കാർ കുടിയേറി പാർക്കുന്നതാണ്. അവിടെ അധിപതികളുടെ മുമ്പിൽ നിർത്തി യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി. റോമക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. ഓഫ് കോഴ്സ് അവർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാര്യം അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. അവർ ഫോളോ ചെയ്യുന്നത് അഫ്രഡൈറ്റിസിനെയാണ്. ആരാണ് അഫ്രഡൈറ്റിസ്? ഇതാണ് അശേര എന്ന് പറയുന്ന ദേവി. അർത്തമീസ് എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അതേ ദേവി. ഇതാണ് എഫസോസിലുള്ള ദേവി അർത്തമീസ് എന്ന് പറയുന്ന ആ ദേവി തന്നെയാണ് ഇവിടെ അഫ്രഡൈറ്റിസ് എന്നറിയപ്പെടുന്നു. അത്രയും വ്യത്യാസമേ ഉള്ളൂ. റോമക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ദേവിയുടെയും ദേവന്റെയും ആചാരം, ആരാധന പണ്ട് പുരാതന കാലം മുതലേ ഗ്രീക്കരുടെ ഈ ദേവി ദേവന്മാരുടെ ആരാധന, വീനസ് എന്നും ഈ ബാൽ വിഗ്രഹങ്ങൾ, ബാൽ എന്ന് പറയുന്നത്, തമ്മൂസ് എന്ന് പറയുന്നത് എല്ലാം ഈ ദേവി ദേവന്മാരാണ്. ഇവരുടെ ആരാധനയാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരുടെ ആരാധന മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. പുരുഷാരവും അവരുടെ നേരെ ഇളകി. അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞു. കോൽ കൊണ്ട് അവരെ അടിപ്പിപ്പാൻ കൽപ്പിച്ചു. ഫിലിപ്പിയയിൽ ചെന്നിരിക്കുക. പൗലോസ് അപ്പോസ്തലനെ ഫിലിപ്പിയൻ പട്ടണത്തിലാ. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലൊക്കെ നമുക്കൊരു അനുഭവം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പേര് ഇതിൽ തുടരും? എത്ര പേര് ഈ വിശ്വാസവുമായിട്ട് പോകും? തുണി ഉരിഞ്ഞിരിക്കുക, വസ്ത്രം പറിച്ചുരിഞ്ഞു, കോൽ കൊണ്ട് അവരെ അടിപ്പിപ്പാൻ കൽപ്പിച്ചു. മനസ്സിലായ? നഗ്നരാക്കി അടിച്ച് റോഡിൽ കൂടി നടത്തുക. എന്തിന്? സുവിശേഷം പ്രസംഗിക്കുന്നതിന്. ആരോട്? ആദ്യമേ യഹൂദന്മാരോട്, പിന്നെ ആ ദേശത്തുള്ള മറ്റു ജാതിക്കാരോട്. ആ ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം ഇതാണ്. ഇതിന്റെ അപ്പുറത്തൊന്നും നമുക്ക് കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. ഇതാണ് ഈ സുവിശേഷം. കാര്യം ഈ ലോകത്തിന്റെ അധിപതി സാത്താന. ഈ സത്യം പ്രസംഗിക്കാൻ അവൻ അനുവദിക്കത്തില്ല. ആര് പ്രസംഗിച്ചോ അവരെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാൻ അവൻ നോക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ മാക്സിമം ടോർച്ചർ ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ ശക്തി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഈ സംഗതികളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും വേണ്ടുന്ന പ്രത്യേക കൃപ ദൈവം അവരുടെ മേൽ പകർന്നിരിക്കുക. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യം അടിവരയിട്ട് നിങ്ങളുടെ ബൈബിളിൽ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ ഭിത്തിയിൽ എവിടെങ്കിലും എഴുതി വെച്ചിരിക്കണം. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്ന നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ആ ശക്തിയാണ് ഈ സമയത്തൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കുവാനുള്ള ശക്തി ദൈവം തരുന്നത്. ആ ശക്തിയാൽ ദൈവം നമ്മളെ നിറയ്ക്കും. പുരുഷാരവും അവരുടെ നേരെ ഇളകി. അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചൊരിഞ്ഞു. കോൽ കൊണ്ട് അവരെ അടിപ്പിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി. കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. അടിച്ചിട്ട് അവരെ കാരാഗ്രഹത്തിലാക്കിയിരിക്കുക. ഈ കാരാഗ്രഹം എന്നൊക്കെ പറയുന്നൊന്നും ഇന്നത്തെ കാലത്തെ മാതിരിയുള്ള ജയിലല്ല കേട്ടോ. വളരെ മോശപ്പെട്ട സ്ഥലമാണ് കാരാഗ്രഹം എന്നൊക്കെ പറയുന്നത്. ഞാൻ അതിന്റെ ഒരു പടം, പൗലോസ് അപ്പോസ്തലൻ കിടന്ന കാരാഗ്രഹത്തിന്റെ ആ ഒരു പടം ഒന്ന് കാണിക്കാം, ജസ്റ്റ് നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട്. ഇതാണ് പോൾ കിടന്നിരുന്ന ആ ഒരു കാരാഗ്രഹം. പൗലോസും ശീലാസും കിടന്നിരുന്ന കാരാഗ്രഹം ഇതാണ്, പ്രിസൺ ഓഫ് സെയിന്റ് പോൾ. ഇത് ഫിലിപ്പിയയിലെ ആ കാരാഗ്രഹമാണ്. ഇതിന്റെ ആ ഫ്രണ്ട് എൻട്രൻസ് ആയി കാണിച്ചിട്ട് ഇതുവഴി ഞങ്ങൾ അകത്തോട്ട് കയറണം. കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ കാരാഗ്രഹമായത്. ഇവിടെ ഇരിക്കാനോ നിൽക്കാനോ എന്താ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല, ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള സ്ഥലമാണ്. അതിൽ തന്നെ ആമത്തിലിട്ടിരിക്കുക. ആമത്തിലിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ അനക്കാൻ പറ്റത്തില്ല. ഇതങ്ങ് ക്ലിപ്പിട്ടേക്കുന്ന മാതിരി അങ്ങ് ചെയിൻ കൊണ്ട് ചേർത്തങ്ങ് ക്ലിപ്പിട്ടേക്കുന്ന മാതിരി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാലൊന്ന് തിരിക്കാനോ അനക്കാനോ പോലും പറ്റത്തില്ല. അങ്ങനെ അങ്ങ് ആമത്തിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാതെ അങ്ങനെ ഇരുന്നാൽ തന്നെ ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നടുവും പുറവും എല്ലാം പൊട്ടി ഒരു വഴിയായി. ഇപ്പൊ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. കൈ ഇച്ചിരി നേരം ഒന്ന് പൊക്കി പിടിച്ചോണ്ട് നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റിൽ കൂടുതൽ നമ്മൾ എത്ര പേർക്ക് പൊക്കി പിടിച്ചോണ്ട് നിൽക്കാൻ പറ്റും? ഇത് ആമത്തിൽ ഇടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ ഭയങ്കര ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോട് കാപ്പാൻ കൽപ്പിച്ചു. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ
തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. മനസ്സിലായത്? സാധാരണ ശിക്ഷയല്ല, അതിനെക്കാട്ടിൽ കഠിന ശിക്ഷയാണ് ആമത്തിലിട്ട് പൂട്ടുക എന്ന് പറയുന്നത്. ഈ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ കയറിയ മറ്റ് തീവ്രവാദികള് ഇന്ത്യൻ പാർലമെന്റിൽ ഒരിക്കൽ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെ പിടിക്കുകയും അവരെ ജയിലിലാക്കുകയും ചെയ്തു. അവരെ എന്താ പറയുന്നത്, ഇരുട്ടറ തടവറയ്ക്കകത്തിലാണ് സൂക്ഷിച്ചിരുന്നത് കുറെ നാളത്തേക്ക്, ഏകദേശം 1 വർഷത്തോളം. ആ ഒരു റിപ്പബ്ലിക് ഡേയിലാണ് അദ്ദേഹത്തിന്റെ പേര് ഞാനങ്ങ് മറന്നുപോയി, പുള്ളി നമ്മുടെ പ്രസിഡന്റിന് ഒരു മേഴ്സി പെറ്റീഷൻ കൊടുത്തു എന്നാണ് പറയുന്നത്. തന്നെ കൊന്നു തരണം, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കാരാഗ്രഹത്തിൽ നിന്ന് വെളിയിലാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ദയാ ഹർജി താൻ കൊടുക്കാനായിട്ട് ഇടയായി. താൻ ചെയ്തത് ഏറ്റവും ഭയങ്കര രാജ്യദ്രോഹവും തെറ്റുമാണ്, എനിക്കത് മനസ്സിലായിരിക്കുന്നു, ഞാൻ ജീവനുള്ള കാലത്തോളം ഇനി അത് ചെയ്യത്തില്ല, എനിക്കതിലെ തെറ്റ് മനസ്സിലായിരിക്കുന്നു, എന്നെ ഒന്നുകിൽ ദയവായിട്ട് കൊന്നു തരണം, ഇല്ല എന്നുണ്ടെങ്കിൽ എന്നെ ഇതിൽ നിന്ന് വെളിയിലാക്കണം. ഇതായിരുന്നു അവന് ആ ഹർജിയിൽ പറഞ്ഞിരുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഇരുട്ടറ തടവറ അതുപോലെ സഹിക്കാൻ പറ്റത്തില്ല. ഒരു ദിവസത്തിൽ ചില മണിക്കൂറുകൾ മാത്രമേ വെളിയിൽ കൊണ്ടിരുത്തുള്ളൂ, വെളിച്ചം കാണത്തുള്ളൂ, ബാക്കി ഇരുട്ടറയ്ക്കാത്തില്ല, അതിനകത്തിൽ കിടക്കാനോ സഹിക്കാനോ പറ്റത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്നൊന്ന് കൊന്നു തരാൻ പറയുക. അതുപോലുള്ള സ്ഥലമായത്. അവിടെ കാലാമത്തിലിട്ട് പൂട്ടിയിരിക്കുക. ഇങ്ങനെ പൂട്ടിയിരിക്കുന്ന സ്ഥലത്തും അവരെന്താ ചെയ്യുന്നത്, ഭയങ്കര മണ്ടത്തരം പറ്റിപ്പോയല്ലോ, ഇത് ഫിലിപ്പിയിൽ വരണ്ടായിരുന്നു, ആരാണോ നമ്മളെ രാത്രി വന്ന് വിളിച്ചത് ഇങ്ങോട്ട് വരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് പ്രാകുകയല്ല, അവിടെ ദൈവത്തെ പാടി സ്തുതിക്കുക. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേന് ഇത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മുന്നേ കണ്ടോണ്ടാണ് ഇറങ്ങിയിരിക്കുന്ന കാര്യം. നമ്മൾ ഈ ഇറങ്ങിയിരിക്കുന്ന പദ്ധതി ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാകുന്ന ഒരു പദ്ധതിയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. കാര്യം ദൈവ വചനവും ദൈവിക മാർഗവുമാണ് നമ്മൾ ഈ പ്രസിദ്ധമാക്കുന്നത്. അത് ഉൾക്കൊള്ളാനായിട്ട് ഈ ലോകത്തിന്റെ ദൈവം അനുവദിക്കത്തില്ല, ഒരു മനുഷ്യനും അത് കേൾക്കാൻ അവൻ സമ്മതിക്കത്തില്ല. പൗലോസിനും ശീലാസിനും ഉണ്ടാകുന്ന അനുഭവങ്ങൾ കണ്ടോ ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ? ഇതിൽ കൂടുതലായിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കല്ല, ഇതെങ്കിലും മിനിമം പ്രതീക്ഷിച്ചോണ്ട് ഈ ഒരു രീതിയിൽ ഇതിന് സമർപ്പിച്ചോണ്ട്. കാര്യം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നിത്യതയാണ്. ആ നിത്യതയുടെ കനം ഓർത്തു കഴിഞ്ഞാൽ ഇതൊന്നും സാരമില്ല. ഈ ലോകം നശ്വരമാണ്. 7, 10 ഏറെയായാൽ 80, അതിനപ്പുറത്തോട്ട് പോകുന്നതല്ല ഇത്. എന്നാൽ ഇതിന് ശേഷം നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു നിത്യതയുണ്ട്, അത് നിത്യതയാണ്. ഹല്ലേലൂയ. അതിന്റെ കനം ഓർക്കുമ്പോൾ ഇപ്പോഴുള്ള കഷ്ടങ്ങൾ സാരമില്ല എന്ന് ചിന്തിക്കുന്ന രീതിയിൽ പൗലോസ് അപ്പോസ്തലന്റെ ആ വിശ്വാസം, അതാണ് കാര്യം, കർത്താവ് കൊണ്ട് കാണിച്ചിരിക്കുക അവിടെ എന്താണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത്. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടിരിക്കുക. മനസ്സിലായോ? അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ആമത്തിൽ കിടക്കുന്നവരാണ് ഈ പാടി സ്തുതിക്കുന്നത്. അതുപോലെ സന്തോഷം, ഫിലിപ്പിയ ലേഖനം തന്നെ ദ എപ്പിസ്റ്റൽ ഓഫ് ജോയ് എന്ന് അറിയപ്പെടുന്നത്, സന്തോഷത്തിന്റെ ലേഖനം. കാലും കൈയും പൂട്ടി വന്നിറങ്ങി 1 ആഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞതേ ഉള്ളൂ, ജയിലിലായിരിക്കുക. ഇവിടെ കിടന്ന് പാടി സന്തോഷിക്കുക. നമ്മളിൽ എത്ര പേർക്ക് ഈ ഒരു കാഴ്ചപ്പാടുണ്ട്? ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വരണം. കാറ് കിട്ടും, വീട് കിട്ടും, മഞ്ഞ് പെയ്യുന്ന നാട്ടിലേക്ക് വിടും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ മനസ്സിലായ ആ ഒരു പദ്ധതി അല്ല ഇത്. അത് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, അത് വേറെയാണ്. അത് ഇവിടെ കിട്ടത്തില്ല, അതല്ല നമ്മൾ പറയുന്നത്. ഇവിടെ നമുക്ക് ഇതുപോലുള്ള പ്രയാസങ്ങൾ നേരിടാൻ താല്പര്യമുള്ളവർ മാത്രമേ ഈ ഒരു വിശ്വാസത്തിൽ വരത്തുള്ളൂ, അവരെ ദൈവം വിളിക്കത്തുള്ളൂ. അങ്ങനെ ആ ഒരു ഉറപ്പോട് വേണം ഈ ഒരു കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുവാനെന്ന് ഞാൻ ഓർപ്പിക്കുക. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കണ്ടോ, ദൈവ പ്രവൃത്തി അവിടെ നടക്കുക. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു. ഈ ചങ്ങല അഴിഞ്ഞപ്പോഴത്തേന് ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓടിപ്പോകാമായിരുന്നു. പ്രൈസ് ലോർഡ്, നമ്മളെ ദൈവം വിടുവിച്ചിരിക്കുന്നു, ലെറ്റ്സ് റൺ അവേ ഫ്രം ഹിയർ. വേണമെങ്കിൽ ഓടിപ്പോകാമായിരുന്നു. ശീലാസെ വായോ, ഓടിക്കോളാൻ പറയാമായിരുന്നു വേണമെങ്കിൽ. ഇത് കർത്താവ് വഴി തുറന്നിരിക്കുക. പക്ഷെ അന്നേരവും നിൽക്കുന്ന കണ്ടില്ലയോ? എന്തിനാണെന്നറിയാമോ? ഈ ഒരു സാഹചര്യത്തിലും ഒരു ചിലരെയെങ്കിലും രക്ഷിക്കാനുള്ള വഴിയുണ്ടോ നോക്കിയ. ഞാന് പെന്തക്കോസ്റ്റിലായിരുന്നപ്പോൾ ഒരു പാസ്റ്ററെ കുറിച്ച് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എം പൗലോസ് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ, രാമേശ്വരത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു പാസ്റ്റർ. അദ്ദേഹത്തിന്റെ മകൾ ഞങ്ങളോടൊപ്പം, ഞാൻ UK ഞങ്ങളുടെ ചർച്ചിലുണ്ടായിരുന്നു, പേഴ്സിസ്. അപ്പം ആ ഒരു ബന്ധത്തിൽ ഈ എം പൗലോസ് പാസ്റ്റർ പലപ്പോഴും ലണ്ടനിൽ ആ ചർച്ചിൽ വന്നിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹവുമായിട്ട് പേഴ്സണലായിട്ട് ഞാൻ പല പ്രാവശ്യം സംസാരിക്കുകയും പല പ്രാവശ്യം വീട്ടിലൊക്കെ കൂട്ടിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മരിച്ചുപോയപ്പോൾ അദ്ദേഹത്തിന്റെ ഒത്തിരി കഥകൾ കേൾക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ അടി കിട്ടിയിട്ടുള്ള, ഏറ്റവും കൂടുതൽ പീഡനം സഹിച്ചിട്ടുള്ള
ഒരു പെന്തക്കോസ്റ്റ് പാസ്റ്ററാണ് ഈ എം പൗലോസ് പാസ്റ്റർ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ കെട്ടിയിട്ട് അടിക്കുകയും ആ മരം വരെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ പറയുന്നത്, അദ്ദേഹത്തെ അടിച്ചിട്ട് അദ്ദേഹം താഴെ വീണ് കിടക്കുക. അപ്പം നോക്കിക്കഴിഞ്ഞാൽ കണ്ണിൽ കൂടെ ചോര വരിക, ഒരു കണ്ണ് ഇളകിപ്പോയി. ആ കണ്ണ് കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് നിലത്ത് കിടന്നിട്ട് മറ്റേ കണ്ണുകൊണ്ട് കാണാം അവിടെ കിടന്നും പുള്ളി ഇങ്ങനെ കാലുകൾ എണ്ണുക, എത്ര കാലുകളായെന്ന്. കുറെ പേര് കൂടി കഴിഞ്ഞപ്പോഴത്തേന് എഴുന്നേറ്റ് നിന്ന് അവരോട് സുവിശേഷം പറയുക. ഒരു കയ്യിൽ കണ്ണിരിക്കുകയാണ്, അത് ഇളകിയിരിക്കുക, അത് ആ സ്ഥാനത്ത് നിന്ന് മറ്റേ കണ്ണുകൊണ്ട് കണ്ടോണ്ടാണ് ഈ പറയുന്നത്. അതുപോലുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ വിശ്വാസത്തിൽ വേണ്ടുന്നത്. ഞാൻ ആ കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സത്യവചനം അദ്ദേഹത്തിനൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. ആ ഒരു തീക്ഷ്ണതയാണ് നമുക്ക് ഈ വിഷയത്തിനോടുള്ള ബന്ധത്തിൽ വേണ്ടുന്നത്. എന്ത് പ്രയാസങ്ങളുണ്ടായാലും കർത്താവിന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ട് എന്താണ് ഇതിന് ശേഷം നടക്കാൻ പോകുന്നതെന്നുള്ളൊരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും അതിനെ വിട്ടേച്ച് പോവുകയല്ല ചെയ്യേണ്ടത്. ബാഡ് സർക്കംസ്റ്റൻസസ് നമ്മുടെ നേരിലുണ്ടാകും. അന്നേരം ഇവർ ചെയ്തതുപോലെ പാടി സ്തുതിക്കുക ചെയ്യേണ്ടത്. ദൈവത്തെ പ്രസാദിപ്പാൻ ഇറങ്ങിയ ഒരാൾക്ക് സർക്കംസ്റ്റൻസസ് ഒരു പ്രശ്നമാകാൻ പാടില്ല. ഇവിടെ ആണെങ്കിലും പൗലോസ് അപ്പോസ്തലൻ ഹി യൂസ്ഡ് ഹിസ് ലിബർട്ടി ടു സേവ് സമ്മൺ. ആ ഒരു സ്വാതന്ത്ര്യം മറ്റൊരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഹല്ലേലൂയ. ഈ ജയിലർ പിന്നെ ഫിലിപ്പിയ സഭയുടെ അസിസ്റ്റന്റ് പാസ്റ്ററായി എന്ന് ഒരു വെള്ളക്കാരൻ ഇങ്ങനെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കതിനോട് യോജിപ്പാണ്. കാര്യം ഇദ്ദേഹത്തെക്കാൾ നല്ലൊരു അസിസ്റ്റന്റ് പാസ്റ്ററെ കിട്ടത്തില്ല. കാര്യം പോളിനെ അടിക്കുകയും ആ രാത്രിയിൽ കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇളകുന്നത് കണ്ടതുമായിട്ടുള്ള ഒരു വ്യക്തി ആ ഫിലിപ്പിയ സഭയുടെ അസിസ്റ്റന്റ് പാസ്റ്ററായി എന്ന് പറയുന്നതിൽ സംശയിക്കാനൊന്നുമില്ല. അവിടുത്തെ പാസ്റ്റർ എപ്പഫ്രാദിത്തോസ് ആയിരുന്നു. അദ്ദേഹം റോമിൽ പോളിനെ സഹായിക്കാനായിട്ട്, പോൾ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ എപ്പഫ്രാദിത്തോസ് റോമിലായിരിക്കുന്നതൊക്കെ നമുക്കറിയാം. അവിടെ വെച്ച് തനിക്കൊരു വലിയ ദീനം ബാധിക്കുകയും മരിപ്പാറായി കിടക്കുകയും പോൾ പ്രാർത്ഥിച്ചിട്ടൊന്നും അദ്ദേഹത്തിന് സൗഖ്യം കിട്ടിയില്ല. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, അവന് സൗഖ്യം കിട്ടിയില്ല, എനിക്ക് ദുഃഖത്തിന് മേൽ ദുഃഖം വരാതിരിക്കേണ്ടതിന് ദൈവം അവനോട് കരുണ കാണിച്ചു എന്നൊക്കെ പറയുന്ന ഈ എപ്പഫ്രാദിത്തോസ് ഫിലിപ്പിയ സഭയുടെ പാസ്റ്റർ. അദ്ദേഹത്തിനെ അങ്ങോട്ട് അയച്ചപ്പോഴൊക്കെ ഇവിടുത്തെ ശുശ്രൂഷകൾ നടത്തിക്കൊണ്ടിരുന്നത് ഈ ജയിലർ അസിസ്റ്റന്റ് പാസ്റ്റർ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തെക്കാൾ അനുഭവമുള്ള വേറൊരാള് ഇല്ല. ഇതുപോലെ ദൈവം തരുന്ന എല്ലാ അനുഭവങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്ത വാക്യത്തിലേക്ക് വരാം. ഞാൻ അധികം വിഷയങ്ങൾ അതില്ലാത്തതുകൊണ്ടാണ് അധികം നിൽക്കാത്തത്. 28-ാമത്തെ വാക്യം, നമ്മുടെ സമയം തീർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. 28-ാമത്തെ വാക്യം, അപ്പോൾ പൗലോസ് നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തെ കൊന്നുകളയും. ഇവരെല്ലാം പോയി, ഇവിടെ കാരാഗ്രഹം എല്ലാം തുറന്നു പോയി, ഇവരെല്ലാം പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ടോർച്ചർ ചെയ്ത് കൊന്നുകളയും. പത്രോസ് അപ്പോസ്തലനെയും 12 അവരെ പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞപ്പോൾ അവിടുന്ന് അവരെ തുറന്നിറങ്ങിപ്പോയവരെ എല്ലാരെയും കൊന്നുകളഞ്ഞു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതുമാതിരി ഇവരെയും കൊന്നുകളയും. അത് വല്ലാതെ ബ്രൂട്ടലി കൊന്നുകളയും. അതുകൊണ്ടാണ് അയാള് ആത്മഹത്യ ചെയ്തേക്കാന്ന് വിചാരിച്ചത്. മരിക്കാൻ തുടങ്ങിയപ്പോൾ പൗലോസ് വിളിച്ചു പറയാം, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ട് പൗലോസിന്റെയും ശിലാസിന്റെയും മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്ന് യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അനേകർ ഇതുപോലെ നമ്മുടെ മുന്നിൽ വന്നു വീഴും. വരുന്ന കാലഘട്ടങ്ങളിൽ അനേകർ ഇതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെ മുന്നിൽ വരും. സത്യം എന്താണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ അനേകർ നിങ്ങളോട് ചോദിക്കും, യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. ഒരു വലിയ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഈ അധ്യായത്തിൽ ഒരു വലിയ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഈ ചോദ്യം ഞാൻ ഒരു എപ്പിസോഡായിട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആണ്. അതുകൊണ്ട് ഞാൻ അധികം അവിടെ നിൽക്കുന്നില്ലെങ്കിലും പെട്ടെന്നൊന്ന് പറഞ്ഞു വിടാം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ വായിച്ചാല് ഒരു യഹൂദൻ ഒരു ചെറുപ്പക്കാരൻ, ധനവാനായ ഒരു ചെറുപ്പക്കാരൻ വന്ന് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. ഇതേ ചോദ്യം തന്നെ ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഞാൻ നിത്യ ജീവനിൽ കടക്കാൻ അല്ലെങ്കിൽ ജീവനിൽ കടക്കാൻ ഞാൻ എന്ത് ചെയ്യണം? സ്വർഗരാജ്യത്തിൽ കടക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ചോദ്യം തന്നെയാണ് ഇവിടെ ചോദിക്കുന്നത്. പക്ഷെ ടൈം വേറെയാണ്. കർത്താവിന്റെ കാലഘട്ടത്തിൽ, പഴയ നിയമ കാലഘട്ടത്തിൽ, കർത്താവിടെ ശുശ്രൂഷിക്കുന്ന ആ പഴയ നിയമ കാലഘട്ടത്തിലാണ്. അവിടെ കർത്താവിനോട് ചോദിക്കുകയാണ് ഞാൻ രക്ഷിക്കപ്പെടുവാൻ എന്ത് ചെയ്യണം? അതിന് കർത്താവ് കൊടുക്കുന്ന മറുപടി, നീ മോശയുടെ ന്യായപ്രമാണം അനുസരിക്കുക. മോശയുടെ ന്യായപ്രമാണം പാലിക്കാനായിട്ട് പറയുക. അതിന് എന്ത് നിയമം? പുതുതായിട്ട് ഒരു നിയമമില്ല, 10 കൽപ്പന ഓരോന്നോരോന്ന് കർത്താവ് പറയുക. അതെല്ലാം ഞാൻ നേരത്തെ പാലിക്കുന്നുണ്ട്, ചെറുപ്പം മുതലേ ഞാനത് പാലിക്കുന്നുണ്ട്.
നിന്നിൽ ഇനി ഒരു കുഴപ്പമുണ്ട്, ഞാനൊന്ന് കാണിക്കാം. അത് പെട്ടെന്ന് ആ വാക്യം ഒന്ന് പ്രൊജക്ട് ചെയ്യാം. ചില മിനിറ്റുകൾ കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. 19-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. അവിടെ പറയാണ്, അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം എന്ന് ചോദിച്ചതിന് അവൻ, എന്നോട് നന്മയെ കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ, ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് അവനോട് പറഞ്ഞു. ഏവ എന്ന് അവൻ ചോദിച്ചതിന് യേശു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. മോശ കൊടുത്ത കൽപ്പനകൾ അനുസരിക്കുക, ന്യായപ്രമാണം അനുസരിക്കുക. ഇൻ അനദർ വേർഡ്സ്, മനസ്സിലായോ? ഇതേ ചോദ്യം തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ യഹൂദന്മാര് പത്രോസ് അപ്പോസ്തലനോട് ചോദിക്കുന്നത്. 37-ാമത്തെ വാക്യം. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായി പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. 2-ാമത്തെ ചോദ്യം. ഇത് ആ കിങ്ഡം ഓഫ് ഹെവൻ, അവർ സ്വർഗരാജ്യത്തിലേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ യഹൂദ ജനം, പെന്തക്കോസ്ത് പെരുന്നാളിനായി കൂടിയിരിക്കുന്ന ജനം പത്രോസിനോടും 12 ചോദിക്കുന്ന ചോദ്യമായത്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അതിന്റെ ഉത്തരം കണ്ടില്ലയോ? പത്രോസ് കൊടുക്കുന്ന ഉത്തരം. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന് ദാനം ലഭിക്കും. 2-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ. കർത്താവ് കൊടുത്ത ആൻസർ എന്തായിരുന്നു? നിങ്ങൾ മോശയുടെ ന്യായപ്രമാണം പാലിക്കാൻ. എന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ആൻസർ എന്താ? പത്രോസ് കൊടുത്തിരിക്കുന്ന ആൻസർ എന്താ? നിങ്ങൾ ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി. എന്തിനാ? നിങ്ങളുടെ പാപം മോചിക്കാനായിട്ട്. ആരാ ഇത് പറയുന്നത്? കർത്താവാ പറയുന്നത്. ആരോട് പറഞ്ഞിരിക്കുക? 12 അതുകൊണ്ട് 12 ജനത്തോട് പറയാ, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി, ഫോർ ദ റെമിഷൻ ഓഫ് യുവർ സിൻസ്. ഇത് ചുമ്മാ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ല ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടല്ല, ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു ഔട്ട്വേർഡ് എക്സ്പ്രഷൻ എന്നൊക്കെ പറയുന്ന കേൾക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് കണ്ണു തുറന്ന് വായിച്ചു നോക്കുക. ഫോർ ദ റെമിഷൻ ഓഫ് യുവർ സിൻസ്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് പത്രോസ് അപ്പോസ്തലൻ റിപ്പീറ്റ് ചെയ്തേക്കുക. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന് ദാനം ലഭിക്കും. ഇതിനാ സ്നാനം കൊടുത്തിരുന്നത്. കാളയും എന്താ പറയുക, ആട്ടുകൊറ്റനെയൊക്കെ അറുത്തിരുന്ന ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞു പാപങ്ങളുടെ മോചനത്തിനായി. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്ന് പറഞ്ഞൊരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ ആ കാലഘട്ടം കഴിഞ്ഞു. അപ്പോസ്തല പ്രവൃത്തികൾ 16 എത്തിയിരിക്കുക. ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇവിടെ ആയിരിക്കുന്നത്. ഇവിടാണ് ഈ ഫിലിപ്പിയൻ ജയിലർ ഈ ചോദ്യം പൗലോസ് അപ്പോസ്തലനോട് ചോദിക്കുന്നത്. ഇവിടെ ചോദിക്കുകയാണ് കർത്താവായ യേശു, ഇവിടെ 30-ാമത്തെ വാക്യം, അവിടെ ചോദിക്കുകയാണ്, അവരെ പുറത്തു കൊണ്ടുവന്നു, യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അതിന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. മനസ്സിലായോ? ഇവിടുത്തെ രക്ഷ കർത്താവിന്റെ കൃപയാൽ വിശ്വാസം മൂലമാണ്. യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എല്ലാവരും ആയിരിക്കുന്നത്. ഓരോ കാലഘട്ടത്തിലും ദൈവം കൊടുത്തിരുന്ന രക്ഷാ പദ്ധതികളുടെ ഒരു ക്വിക്ക് റെഫറൻസ് ആണ് ഞാൻ കാണിച്ചത്. ഹല്ലേലൂയ. 32-ാമത്തെ വാക്യം. കാരാഗ്രഹ പ്രമാണി സ്നാനമേൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ സ്നാനത്തെ കുറിച്ചൊന്നും പോൾ പറഞ്ഞിട്ടില്ല. പക്ഷെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യം. പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവർ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. ഈ സ്നാനമേൽക്കുന്നതിനെ പോൾ ഇവിടെ നിരോധിക്കുന്നില്ല, തടയുന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ അതിനേക്കാട്ടിലും അത്യാവശ്യം ഇവരോട് സുവിശേഷം പറയാനായിട്ടുള്ള ഒരു ആക്സസ്, അവർക്ക് മനസ്സിലാകാനുള്ള ഒരു ആക്സസ് അതുണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സ്നാനത്തെ പൗലോസ് ഇവിടെ തടയുന്നതായിട്ടോ അത് വേണ്ട എന്ന് പറയുന്നതായിട്ടോ അവർ ഉപദേശിക്കാൻ പോകുന്നതായിട്ടോ കാണുന്നില്ല. പക്ഷെന്നുണ്ടെങ്കിൽ ആ രക്ഷാമാർഗം എന്താണെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ടു, അവർക്ക് ഭക്ഷണം കൊടുത്തു, ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. നേരം പുലർന്നപ്പോൾ അധിപതികൾ കോൽക്കാരെ അയച്ചു, ആ മനുഷ്യരെ വിട്ടയക്കണമെന്ന് പറയിച്ചു. അതിനുശേഷം നേരം വെളുത്തപ്പോഴത്തേന് അവരെ വിട്ടയക്കാനായിട്ടുള്ള ഓർഡർ വന്നു. അതിനുള്ള ആൾക്കാരെ ഓർഡറുമായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് പോൾ പറയുകയാണ്, കാരാഗ്രഹ പ്രമാണി ഈ വാക്ക് പൗലോസിനോട് അറിയിച്ചു, നിങ്ങളെ വിട്ടയപ്പാൻ അധിപതികൾ ആളയച്ചിരിക്കുന്നു, ആകയാൽ സമാധാനത്തോട് പോകുവിനെന്ന് പറഞ്ഞു. അടിച്ച് ഒരു വഴിയാക്കിയിട്ടിരിക്കുക, ആമത്തിലിട്ടിരിക്കുക. രാവിലെ എഴുന്നേറ്റിട്ട് സമാധാനത്തോട് പൊക്കോളാന്ന് പറയാനായിട്ട് ആളിനെ അയച്ചിരിക്കുക. പോൾ പറയാണ്, പൗലോസ് അവരോട്
റോമ പൗരന്മാരായ ഞങ്ങളെ അവർ വിസ്താരം കൂടാതെ പരസ്യമായി അടുപ്പിച്ച് തടവിലാക്കിയല്ലോ. റോമൻ പൗരന്മാരാണ്. ഇത് റോമക്കാർ കുടിയേറി പാർക്കുന്ന സ്ഥലമാണ്. അവിടെ റോമ പൗരത്വത്തിനും ഭയങ്കര ഡിമാൻഡാണ്. വേറുള്ളവരെ പോലെ അല്ല അവിടുത്തെ റോമൻ സിറ്റിസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റോമ പൗരനാണ് പോൾ. അതുകൊണ്ട് പോൾ പറയാണ്, ഇപ്പോൾ രഹസ്യമായി ഞങ്ങളെ പുറത്താക്കുന്നുവോ? അങ്ങനെയല്ല, അവർ തന്നെ വന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞു. പോൾ എന്തിനാ ഈ ഡിമാൻഡ് ഇവിടെ വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിച്ചിരി ഞാനൊരു റോമ പൗരനാണ്, എൻ്റെ ആ ഒരു പൗരത്വത്തിന്റെ വെയിറ്റ് ഇവരൊക്കെ ഒന്ന് അറിയട്ടെ എന്നൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല. പോൾ പറയുന്നത്, ഞാൻ റോമ പൗരനാണ്, ആ റോമ പൗരത്വത്തിന് ഇത്രമാത്രം ഡിമാൻഡും വെയിറ്റേജും ഉണ്ട്, വിസ്താരം കൂടാതെ അവർ പരസ്യമായിട്ട് ഞങ്ങളെ അടുപ്പിച്ചിരിക്കുകയാണ്, ഇപ്പോൾ രഹസ്യമായിട്ട് ഞങ്ങളെ പുറത്താക്കാൻ നോക്കുന്നു. അങ്ങനെയല്ല, അവർ തന്നെ വന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞു. കോൽക്കാർ ആ വാക്ക് അധിപതികളോട് ബോധിപ്പിച്ചാറെ അവർ റോമ പൗരന്മാർ എന്ന് കേട്ട് അവർ ഭയപ്പെട്ടു. ചെന്ന് അവരോട് നല്ല വാക്ക് പറഞ്ഞു. ഏതെങ്കിലും രീതിയിൽ അവരെ സോപ്പിട്ട് അവരെ അങ്ങ് പറഞ്ഞു വിടാനായിട്ട് നോക്കിയാണ്. കാര്യം റോമൻ പൗരനെ വിസ്താരം കൂടാതെ അടുപ്പിച്ചു എന്ന് പറയുന്നത് വലിയ കുറ്റമാണ്. ഈ ജയിലർക്കും ഈ അടുപ്പിച്ചവർക്കും ഒക്കെ അവരൊക്കെ തിരിച്ച് ജയിലിൽ പോകുന്ന കേസാണ്. അതുകൊണ്ട് പറയാണ്, അവരെ പുറത്തു കൊണ്ടുവന്ന് പട്ടണം വിട്ടു പോകണം എന്നവരോട് അപേക്ഷിച്ചു. പോൾ ഇവിടെ നിർബന്ധിക്കുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളി ഇവിടുന്ന് ഓടിപ്പോകാൻ വന്നതല്ല. ഫിലിപ്പിയയിൽ സുവിശേഷം അറിയിക്കും. ലുദിയയുടെ വീട്ടിൽ സഭ ആരംഭിച്ചിരിക്കുക. അവിടെ പല പരസ്യയോഗങ്ങളും പുള്ളി നടത്തും. അവിടെ ശുശ്രൂഷിക്കുമ്പോൾ ഇനിയും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. അതുകൊണ്ട് മജിസ്ട്രേറ്റ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വന്ന് നമ്മളെ കണ്ടിട്ട് ഈ പ്രശ്നം ചെയ്തുകൊണ്ട് നമുക്ക് പ്രയാസം ഉണ്ടാകത്തില്ല എന്നുള്ളത് അദ്ദേഹം പറയണം. ഞാൻ റോമ പൗരനാണെന്നുള്ളത് അദ്ദേഹം അറിയണം. നാളെ എൻ്റെ പേരിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി എന്നെ റിലീസ് ചെയ്യാനുള്ള ഉത്തരവ് അവിടുന്ന് വരണം. അതുകൊണ്ട് പറയാണ്, അവരെ വിളിപ്പിക്ക്, അവർ വന്നിട്ട് ഞങ്ങളെ വിട്ടാൽ മതിയെന്ന്. അവർ തടവ് വിട്ട് ലുദിയയുടെ വീട്ടിൽ ചെന്നു. അങ്ങനെ അവരെ വിട്ടയക്കുകയും തടവ് വിട്ട് അവർ ലുദിയയുടെ വീട്ടിൽ ചെന്നു. സഹോദരന്മാരെ കണ്ടു, ആശ്വസിപ്പിച്ച ശേഷം പുറപ്പെട്ടു പോയി. 40-ാമത്തെ വാക്യത്തോടുകൂടി 16-ാമത്തെ അധ്യായം അവസാനിക്കുക. 17-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ തെസലോനിക്കയിലേക്ക് പോവുക. ഇവരെ ഈ കാരാഗ്രഹത്തിൽ നിന്ന് വിട്ടയച്ചു കഴിഞ്ഞപ്പോൾ അവരവിടെ ഓൾറെഡി ഫേമസ് ആയി. ഇനിയും പല സ്ഥലങ്ങളിലും അവരെ ശുശ്രൂഷിക്കുമ്പോൾ ഇതുപോലുള്ള പ്രയാസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടപ്പെട്ട അധികാരികൾ അവരെ അറിഞ്ഞിരിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് പോൾ പറയുന്നത്, അവരങ്ങനെ ഞങ്ങളെ പറഞ്ഞു വിട്ടാൽ പോരാ, അവർ തന്നെ വന്ന് ഞങ്ങളെ ഇവിടെ നിന്ന് വിട്ടയക്കട്ടെ എന്ന് പറയുന്നത്. അങ്ങനെ 16-ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. പല കാര്യങ്ങൾക്ക് നമുക്ക് ഇതിൽ കൂടെ ചിന്തിക്കുവാനായിട്ടിടയായി. തിമത്തിയോസ് പൗലോസിന്റെ കൂടെയും ശീലാസിന്റെ കൂടെയും കൂടുന്നതായിട്ടും, മക്കതോനിയ വിളിപ്രകാരം അവര് ഫിലിപ്പിയയിലേക്ക് എത്തിച്ചേരുന്നതായിട്ടും, ലുദിയയുടെ മാനസാന്തരത്തെക്കുറിച്ചും, വെളിച്ചപ്പാടത്തിയുടെ മേലുള്ള ഭൂതത്തെ ശാസിക്കുന്നതിന്റെ പേരിൽ അവരെ ജയിലിൽ അടയ്ക്കുന്നതായിട്ടും, ജയിലറുടെ രക്ഷ കാണുന്നതായിട്ടും ഒക്കെ ഈ അധ്യായത്തിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ടിടയായി. 17-ാമത്തെ അധ്യായവും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമാണ്. അത് കൂടുതൽ പഠിക്കുവാൻ അടുത്ത ആഴ്ചയിൽ 100-ാമത്തെ എപ്പിസോഡാണ് അടുത്ത ആഴ്ചയിൽ. അതിനായിട്ട് എല്ലാവരെയും കൂട്ടിവരുത്തുവാനും ചേർന്ന് ആ ഒരു അധ്യായം പഠിക്കുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളോട് ചേർന്നുള്ള ഈ ഒരു ബൈബിൾ പഠനം എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. അനേകരോട് ഈ സത്യത്തെ പറഞ്ഞു കൊടുക്കുവാൻ ഒരു ബോൾഡ്നെസ്, ഒരു ആത്മീക ധൈര്യം, ഈ സത്യവചനം നമുക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളൊരു നന്ദി, ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാൽ കഴിയത്തില്ല. അബ്രഹാമിന് മനസ്സിലാകാത്ത ഒരു സത്യമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഗബ്രിയേൽ ദൂതൻ അറിയാത്ത ഒരു സത്യമാണ് ദൈവം നമ്മളോട് ഈ അറിയിച്ചിരിക്കുന്നത്. ഈ സത്യം ഉൾക്കൊള്ളുവാൻ നമ്മുടെ ഹൃദയത്തിന് ദൈവം ഭാഗ്യം തന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ എല്ലാ നിലയിലും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. മറനാഥ ഗ്രേസ്.